أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني. അർഹമുർ-റഹീമായ റബ്ബ് ഞങ്ങളുടെ ഈ സദസ്സിനെ കബൂൽ ചെയ്യണം റഹ്മാനെ. ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണം റഹ്മാനെ. ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഹഖ് കൊണ്ട് ആ മഹദി സഞ്ചരിച്ച റൂട്ടിലൂടെ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. നഫീസത്തുൽ മിസ്രിയയുടെ മദദ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചത് നഫീസത്തുൽ മിസ്രിയയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഇന്നലെ പറഞ്ഞു. ഖിദ്മത്തെടുത്തിരുന്ന സൈനബ എന്ന പെണ്ണ് പറയാണ്, നഫീസത്തുൽ മിസ്രിയ 3 ദിവസത്തിലൊരിക്കലാണ് ഭക്ഷണം കഴിക്കാറ്. നിസ്കരിക്കുന്നതിൻ്റെ മുമ്പിൽ ഒരു പാത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഇട്ട് വെക്കുന്ന ഒരു സാധനമുണ്ട്. മഹദി എന്ത് ആഗ്രഹിച്ചാലും ആ ആഗ്രഹിച്ചത് അതിലുണ്ടാവും. ജീവിതത്തിൽ കാണാത്ത, അന്ന് കിട്ടാത്ത പല ഭക്ഷണങ്ങളും അതിൽ കിട്ടിയിരുന്നു. ഇതെവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ നഫീസത്തുൽ മിസ്രിയ പറഞ്ഞ മറുപടിയാണ്, അള്ളാഹു അവൻ്റെ റൂട്ടിൽ സഞ്ചരിച്ചവർക്ക് അള്ളാഹു തആല കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു തആല മറിയം ബീബിക്ക് ഭക്ഷണം കൊടുത്തത്, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹക്ക് കൊടുത്തത്, അതുപോലെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ജയിലിലടക്കപ്പെട്ടപ്പോൾ ശത്രുക്കൾ ജയിലെത്തി നോക്കുമ്പോൾ മുന്തിരിയുടെ കൊല തൂങ്ങിക്കിടക്കുന്നതായി കണ്ടു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അങ്ങനെ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവർക്ക് അവന്റെ വക്കൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇന്നലെ പറഞ്ഞത്. ആ ഭക്ഷണം നഫീസത്തുൽ മിസ്രിയക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് ഇനി കടക്കാൻ വേണ്ടി പോകുന്നത്. മഹാന്മാർ പറയുന്നു, ഹജ്ജത്ത് അസ്സയ്യിദത്തു നഫീസ 30 ഹിജ്ജത്തൻ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 30 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. 30 ഹജ്ജ് മഹദി ചെയ്തിട്ടുണ്ട്. അക്സറുഹ മാഷിയത്തൻ, അതിൽ അധികം ഹജ്ജും നടന്നു പോയിട്ടാണ് ചെയ്തത്. മിസ്റിന്ന് മക്കയിലേക്ക് നടന്നു പോയിട്ടാണ് അധികം ഹജ്ജും ചെയ്തത്. നടന്നുപോയി ഹജ്ജ് ചെയ്യുക. ഒരു പെണ്ണാണ്, ആണാണെങ്കിൽ വേറെ വിഷയമാണ്. ഒരു പെണ്ണ് നടന്നു പോകാന്ന് പറഞ്ഞൊക്കെ ചില്ലറ വിഷയമല്ലല്ലോ. നഫീസത്തുൽ മിസ്രിയ തന്റെ നാട്ടിൽ നിന്ന് മക്കയിലേക്ക് നടന്നു പോയിട്ടാണ് അധികം ഹജ്ജും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലോകത്ത് മഹാന്മാരും മഹദികളും എത്രയോ നടന്ന് ഹജ്ജ് ചെയ്ത ചരിത്രങ്ങൾ കാണാം. മഹദി മക്കയിലേക്ക് എത്തിയാൽ എന്താ ചെയ്യാ? വകാനത്ത് തബ്കി ബുകാഅൻ കസീറാ. മക്കയിലെത്തിയാൽ വല്ലാത്ത കരച്ചൽ. നഫീസത്തുൽ മിസ്രിയക്ക് വല്ലാത്ത കരച്ചൽ. വതതഅല്ലഖു ബിഅസ്താരിൽ കഅബ, കഅബന്റെ കില്ല പിടിക്കും. കഅബന്റെ കില്ല പിടിക്കും. കഅബന്റെ ഡോറ് കാണാം. ആ ഡോറിന്റെ നേരെ താഴ്ഭാഗത്ത് കഅബന്റെ തുണി പിടിച്ചിട്ട് മാതിങ്ങനെ കരയും. കഅബന്റെ കില്ല പിടിച്ചിട്ട് കരയും. വതഖൂലു, ആ കഅബന്റെ കില്ല പിടിച്ച് കരയുന്ന കൂട്ടത്തിൽ മഹദി പറയും, ഇലാഹി വസയ്യിദി വമൗലായ വമത്തിഇനി വഫർഹിനി ബിറിളാക അന്നി. ഇലാഹി, അല്ലാഹ്, സയ്യിദി, പടച്ചോനെ,
മൗലായ എന്റെ ഉടമസ്ഥനായ അല്ലാ, മത്തിഹ്നി വഫർഹിനി ബിറിളാക അന്നി, എന്നെ നീ തൃപ്തിപ്പെടണം, നിന്റെ റിള കൊണ്ട് എന്നെ സന്തോഷിക്കണം, നിന്റെ റിള എനിക്ക് തരണം, നിന്റെ പൊരുത്തം എനിക്ക് തരണം, നിന്റെ പൊരുത്തം എനിക്ക് തരണം. കഅബന്റെ കില്ല പിടിച്ചിട്ട് കരയാണ്. കണ്ടോ, മഹാന്മാരെ കരച്ചിൽ അങ്ങനെയാണ്. എന്താ, നമ്മളൊക്കെ കഅബന്റെ കില്ല പിടിക്കാൻ കിട്ടിയാൽ തന്നെ കരയുന്നത് എന്തെങ്കിലും ദുനിയാവിന്റെ വിഷയം പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കരയുന്നത് തന്നെ. മഹദി കരയുന്നത്, കഅബന്റെ കില്ല പിടിച്ച് കരയുന്നത്, നിന്റെ പൊരുത്തം കൊണ്ട് എന്നെ നീ സന്തോഷിപ്പിക്കണം, നിന്റെ പൊരുത്തമാണ് എനിക്ക് വേണ്ടത്. മഹാന്മാരങ്ങനെയാണ്. എത്രയോ മഹാന്മാരെ ദുആ കാണാൻ, പഠിച്ചവനെ സ്വർഗത്തിലേക്ക് കടത്തിയില്ലെങ്കിൽ വിഷയമല്ല, നരകത്തിലേക്ക് കടത്തിയാലും വിഷയമല്ല, നിന്റെ പൊരുത്തം തരണോ, എനിക്ക് സ്വർഗം വിഷയമല്ല, നരകം വിഷയമല്ല, നിന്റെ പൊരുത്താണ് വേണ്ടത്. കാരണം എന്താ, അള്ളാന്റെ പൊരുത്തമില്ലാണ്ട് സ്വർഗത്തിൽ കടന്നാൽ, റിളയില്ലാതെ പൊരുത്തമില്ലാണ്ട് സ്വർഗത്തിൽ കടന്നാൽ സുഖം കിട്ടൂല. അള്ളാന്റെ പൊരുത്തമുണ്ടായാലും നരകത്തിൽ കടന്നാൽ നരകത്തിന് തീക്ക് ചൂടില്ല. അങ്ങനെയല്ലേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആ നാട്ടുകാർ തീക്കുണ്ടാരത്തിലിട്ടില്ലേ, എന്നിട്ട് കരിഞ്ഞോ? കരിഞ്ഞില്ലല്ലോ. കാരണം അള്ളാന്റെ ഓർഡറാണ് തീയോട് കരിയണ്ട. തീ അള്ളാന്റെ സൃഷ്ടിയല്ലേ, മനുഷ്യന്മാര് കരിക്കാൻ നോക്കിയാലും തീ അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ. ആ സൃഷ്ടിയോട് അള്ള പറഞ്ഞു, ഇബ്രാഹിം നബിനെ തൊട്ടേക്കരുത്, തീ തൊട്ടില്ല. അവ നരകത്തിൽ വീണാലും അള്ളാഹുവിന്റെ റിളയുണ്ടോ, നരകത്തിലേക്ക് കരിക്കാൻ കഴിയില്ല. അവെല്ലാ മഹാന്മാരും തേടിയത്, പടച്ചോനെ നിന്റെ പൊരുത്തം കിട്ടണം, നിന്റെ റിള കിട്ടണം, നിന്റെ പൊരുത്തം കിട്ടണം. അങ്ങനെയാണ് നഫീസത്തുൽ മിസ്രിയ കഅബന്റെ കില്ല പിടിച്ചിട്ട് കരയുന്നു. മാത്രമല്ല, പലപ്പോഴും നഫീസത്തുൽ മിസ്രിയ വകാനത്ത് തഖൂലു, ഹജ്ജിന് പോയാൽ മഹദി പലപ്പോഴും അവിടെ ദുആ ചെയ്യും, ഇലാഹി വസയ്യിദി യസ്സിർ ലി സിയാറത ഖലീലിക ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ മഹദി ഹജ്ജിന് പോയാ ദ്വാരക്കും പഠിച്ചാണെങ്കിൽ ഇബ്രാഹിം നബിന്റെ സിയാറത്ത് ചെയ്യാനാണ് എളുപ്പാക്കി തരണം. അല്ലാഹുമ്മ യസ്സിർ ലി സിയാറത ഖലീലിക ഇബ്രാഹിം, ഇബ്രാഹിം നബിന്റെ സിയാറത്ത് ചെയ്യാൻ എനിക്ക് എളുപ്പാക്കി തരണം. കാരണം മക്കയിലെത്തുമ്പോൾ ഇബ്രാഹിം നബിനല്ലേ ഓർമ്മയാകുന്നത്. കഅബന്റെ പണിയും ഇബ്രാഹിം മഖാമും അവിടെ ഒക്കെ കാണുമ്പോൾ, സഫാ മർവന്റെ ഓട്ടവും അതൊക്കെ കാണുമ്പോൾ ആരെയാ ഓർമ്മ വരുന്നത്? ഇബ്രാഹിം നബിനെയാണ്. മഹദി പലപ്പോഴും ഹജ്ജിന് പോയാൽ ദുആ ചെയ്യും, എനിക്ക് ഇബ്രാഹിം നബിനെ സിയാറത്താക്കാൻ പഠിച്ചോനെ എളുപ്പാക്കിത്താ. അങ്ങനെ ഫഹജ്ജത്ത് ഹിയ വസൗജുഹാ ഇസ്ഹാഖുൽ മുഅ്തമിർ. അങ്ങനെ ഒരു വേള ഫഹജ്ജത്ത് നഫീസത്തുൽ മിസ്രി ഹജ്ജിന് പോയി. ഹിയ നഫീസത്തുൽ മിസ്രിയും വസൗജുഹാ തന്റെ ഭർത്താവാകുന്ന ഇസ്ഹാഖുൽ മുഅ്തമിനും ഒന്നിച്ച് ഹജ്ജിന് പോയി. ഒന്നിച്ച് ഹജ്ജിന് പോയിട്ട് സാറ ഖബ്റ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാം. രണ്ടുപേരും ഒന്നിച്ച് ഹജ്ജിന് പോയിട്ട് അവിടുന്ന് നേരെ പോയി ഇബ്രാഹിം നബിന്റെ മഖാമിലേക്ക് സിയാറത്തിന് പോയി. തന്റെ ഭർത്താവും നഫീസത്തുൽ മിസ്രിയയും ഇസ്ഹാഖുൽ മുഅ്തമിനും കൂടിയിട്ട് ഹജ്ജ് കഴിഞ്ഞിട്ട് നേരെ ഇബ്രാഹിം നബിന്റെ മഖാമിലേക്ക് പോയി. സുമ്മ റജഅത് ഇലാ മിസ്ര, അവിടുന്ന് മിസ്രിലേക്ക് മടങ്ങി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സിയാറത്ത് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പിന്നീട് നഫീസത്തുൽ മിസ്രിയാന്റെ ചരിത്രം പറയുന്നു, തഹവ്വലത്ത് ഹിയ മിനൽ മദീനത്തി ഇലാ മിസ്ര. മഹദി താമസിച്ചിരുന്നത് മദീനയിലാണ്. അവിടുന്ന് ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന ഭർത്താവിന്റെ കൂടെ മിസ്രിലേക്ക് യാത്ര പോയതാണ്. പ്രസവിക്കപ്പെട്ടത് മക്കയിലാണ്, പിന്നീട് ജീവിച്ചത് മദീനയിലാണ്. തന്റെ ഭർത്താവിന്റെ കൂടെ മിസ്രിലേക്ക് പോയതാണ്. വദാലിക, അത് അന്നഹാ റഹലത് മാ സൗജിഹാ ഇസ്ഹാഖുൽ മുഅ്തമിൻ. ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ കൂടെ യാത്ര പോയി. ബഅദമാ സാറ ഖബ്റൽ ഖലീലി, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സിയാറത്ത് കഴിഞ്ഞിട്ടാണ് മിസ്രിലേക്ക് പോകുന്നത്. അപ്പൊ അതുവരെ താമസം മദീനയിലായിരുന്നു. ഇപ്പൊ ഈ മദീനത്ത് നിന്നാണ് മക്കത്തേക്ക് ഹജ്ജിന് വന്നത്. എത്ര കൊല്ലം? 30 കൊല്ലക്കാലം ഹജ്ജിന് വന്നു. മദീനത്ത് മക്കയിലേക്ക് നടക്കാൻ 450 കിലോമീറ്റർ ഉണ്ട്. ആ 450 കിലോമീറ്റർ നടന്നിട്ടാണ് മക്കയിലേക്ക് ഹജ്ജിന് വന്നത്. എന്നിട്ട് ഇബ്രാഹിം നബിന്റെ സിയാറത്തും കഴിഞ്ഞിട്ടാണ് മിസ്രിലേക്ക് പോകുന്നത്. അതെപ്പോ?
അത് റമദാനിലാണ്. റമദാനിലെപ്പോ ഹിജറ 193 146 ജനിച്ചത് എന്ന് ഞാൻ മുമ്പ് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നു. 45 ജനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. 45 ജനിച്ച മഹദി ഹിജറ 193 മിസ്റിലേക്ക് പോകുന്നത്. ഇനി നോക്കാം, മിസ്റിലേക്ക് പോയി ചരിത്രം പറയാണ്. അങ്ങനെ മിസ്റിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, അതെപ്പോഴാണ്? യൗമസ്സബ്ത്, അതൊരു ശനിയാഴ്ച ദിവസമാണ്. അത് റമദാനിലാണ്. റമദാൻ 26 ഒരു ശനിയാഴ്ച പോയിട്ട് മിസ്റിലേക്ക് എത്തുന്നു. വസലത്ത് ഇലൽ ഖാഹിറ, മിസ്ർ കൈറോവിലേക്ക്, ഈജിപ്തിലെ മിസ്രിലെ കൈറോവിലേക്ക് മഹദി എത്തി. യൗമസ്സബ്ത് ശനിയാഴ്ച, റമദാൻ 26 ഹിജറ 193. അപ്പൊ ഹിജറ 193 റമദാൻ 26 കൈറോവിലേക്ക് എത്തുന്നു. അതെപ്പോ? ഖബലായി യഖ്ദുമ ഇലൈഹൽ ഇമാമു ശാഫിഈ, ഷാഫി ഇമാമും മിസ്റിലേക്ക് വരുന്നതിന് മുമ്പാണ് നഫീസത്തുൽ മിസ്രിയ പോകുന്നത്. എത്ര മുമ്പ്? ബി 5 സനവാത്തിൻ. ഷാഫി ഇമാം മിസ്റിലേക്ക് വരുന്നതിന്റെ 5 കൊല്ലം മുമ്പാണ് നഫീസത്തുൽ മിസ്രിയ മിസ്റിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് പിന്നീട് നഫീസക്ക് മിസ്രിയ എന്ന പേര് കിട്ടുന്നത്. മിസ്രിൽ താമസിച്ചത് കൊണ്ടാണ് മിസ്രിയ എന്ന പേര് കിട്ടാനുള്ള കാരണം. പേര് നഫീസ എന്നാണ്. അപ്പോ ഷാഫി ഇമാം മിസ്റുകാരനല്ല. ഷാഫി ഇമാം പിന്നീട് മിസ്റിലേക്ക് വന്ന ആളാണ്. ഈ ഷാഫി ഇമാം മിസ്റിലേക്ക് വരുന്നതിന്റെ 5 കൊല്ലം മുമ്പ് തന്നെ വന്നിട്ടുണ്ട് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. അങ്ങനെ വലമ്മാ സമിഅ അഹ്ലു മിസ്ർ, മിസ്റുകാർ കേട്ടപ്പോൾ ബിഖുദൂമിഹാ, നഫീസത്തുൽ മിസ്രിയ നമ്മുടെ മിസ്റിലേക്ക് വന്നു എന്ന് മിസ്റുകാർ കേട്ടു. മിസ്റുകാർക്ക് മുമ്പേ അറിയാം ഇങ്ങനത്തെ ഒരു പെണ്ണുണ്ട് എന്നും വലിയ മഹദിയാണെന്നും മിസ്റുകാർക്ക് അറിയാം. പക്ഷെ താമസിക്കുന്ന മദീനയിലല്ലേ. മിസ്റിലേക്ക് വന്നപ്പോൾ മിസ്റിൽ വലിയ പേരും പ്രശസ്തി ഉണ്ടായിരുന്നു. ആ ഉമ്മാക്ക് ഭയങ്കര പേരുണ്ട് ആ നാട്ടില്. മിസ്റില് നഫീസത്തുൽ മിസ്രിയക്ക് ഭയങ്കര പേരുണ്ട്, പ്രശസ്തിയുണ്ട്. പക്ഷെ നാട് വേറെ. അങ്ങനെ വന്നപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയിട്ട് നഫീസത്തുൽ മിസ്രിയാനെ സ്വീകരിക്കുന്നു. നഫീസത്തുൽ മിസ്രിയാനെ ആ മിസ്രിലെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി സ്വീകരിക്കുന്നു. എങ്ങനെ? ഒട്ടകത്തിന്റെ മുകളിൽ ഒട്ടകത്തിന്റെ കട്ടിലുണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഇരുത്തിയിട്ടാ സ്വീകരിക്കുന്നേ. നമ്മളൊട്ടകം പുതിയ ആൾ വന്നാൽ തുറന്ന വണ്ടിനെ സ്വീകരിക്കാറില്ലേ? തുറന്ന വണ്ടിനെ സ്വീകരിക്കാം. ആ ഒട്ടകത്തിന്റെ മുകളിൽ അരീഷ് ഒട്ടകക്കട്ടില്, ആ ഒട്ടകക്കട്ടിലിന്റെ മുകളിലായി സ്വീകരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മിസ്ർ നാട്ടിലേക്ക് കടക്കുമ്പോ, ആ മിസ്ർ നാട്ടിലേക്ക് കടക്കുമ്പോ തന്നെ സ്വീകരണമാണ്. മിസ്ർ, അങ്ങനെ വന്ന് മിസ്ർ പട്ടണത്തിൽ എത്തുന്നത് വരെ കൂടെ അവരുണ്ടായിരുന്നു. അവരുന്ന സ്വീകരിച്ച് മിസ്റിന്റെ കവാടത്ത് സ്വീകരിച്ചിട്ട് മിസ്റിലേക്ക് എത്തുന്നത് വരെ കൂടെ നാട്ടുകാർ, ആണും പെണ്ണും കൂടെ ഭയങ്കര സ്വീകരണം. അങ്ങനെ ഫനസിലത്ത് ബിദാരിൻ കബീറുൻ നജ്ജാർ ബി മിസ്ർ, മിസ്റിലുള്ള ജമാലുദ്ദീൻ അബ്ദുല്ലാഹിബ്നുൽ ജസ്സാസ് എന്ന് പറയുന്നവരെ വീട്ടിലാണ് ഇറങ്ങുന്നത്. നസദാ വന്നിട്ട് മഹദി നഫീസത്തുൽ മിസ്രിയ, മിസ്രി ഇറങ്ങുന്നത് എവിടെ? അന്നത്തെ ബിദാരിൻ കബീർ, വലിയ പോര. അങ്ങനെ ഉണ്ടല്ലോ വലിയ പോര, ചില നാട്ടിലങ്ങനെ ഉണ്ടെന്ന്. പണ്ട് വലിയ പോരയുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് വലിയ പോര. പണ്ടത്തെ വലിയ പോര, ഇപ്പൊ ചെറിയ പോര, അത് വേറെ വിഷയമാണ്. അപ്പൊ പഴയ കാലത്ത് വലിയ പോര ചെറിയ പോര എന്നൊക്കെ പറയലുണ്ടായിരുന്നതാ. മിസ്റിലെ വലിയ പോര ആരെ പോരയാണത്? ജമാലുദ്ദീൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ ജസ്സാസ്, ജമാലുദ്ദീൻ എന്നവരുടെ പേരാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് മഹദി പോയി ഇറങ്ങുന്നത്. എന്താ അദ്ദേഹത്തിന്റെ പേരിൽ ഇറങ്ങാൻ കാരണം എന്താ? വകാന മിൻ അഹ്ലി സ്വലാഹി വൽ ബിർരി. ഈ ജമാലുദ്ദീൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ജസ്സാസ് എന്ന് പറയുന്ന മഹാന്, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നഫീസത്തുൽ മിസ്രിയ വന്നിറങ്ങുന്നത്. വകാന മിൻ അഹ്ലി സ്വലാഹി വൽ ബിർരി, നല്ല സ്വാലിഹായ മനുഷ്യന്മാരിൽപ്പെട്ടവരാണ് ഈ ജമാലുദ്ദീൻ അബ്ദുല്ലാഹിൽ ജസ്സാസ് എന്ന് പറയുന്നവര്. അവിടെ വന്നിട്ട് നഫീസത്തുൽ മിസ്രിയ ഇറങ്ങി. വഖാമത്ത് ബിഹാ ഇദ്ദത ശുഹൂരിൻ, മാസങ്ങളോളം അവിടെ താമസിച്ചു. ഈ പറഞ്ഞ മനുഷ്യന്റെ വീട്ടില് മാസങ്ങളോളം മിസ്രിൽ വന്നിട്ട് മഹദി ഈ വീട്ടിൽ താമസിക്കുകയാണ്. വന്നാസു യഅ്തൂന ഇലൈഹാ, ജനങ്ങൾ അവിടത്തേക്ക് വരാൻ തുടങ്ങി. അജ്മഊൻ മിൻ സാഇരിൽ ആഫാഖി, നാട്ടിന്റെ നാനാഭാഗത്തിൽ നിന്നും
നഫീസത്തുൽ മിസ്രിയാനെ കാണാൻ വരുന്നു. യതബറകൂന ബിസിയാറതിഹാ, മഹദിനെ സന്ദർശിക്കൽ കൊണ്ട് അവർ ബറക്കത്തെടുക്കുന്നു. ഒരു നോട്ടം കാണണം, ഒരു നോട്ടം കാണണം. സന്ദർശിക്കൽ കൊണ്ട് ബറക്കത്താണ്. അപ്പോ മഹാന്മാരെ സന്ദർശിക്കൽ കൊണ്ട് ബറക്കത്താണ്. എവിടെ നിന്ന് കിട്ടി അല്ലേ? മഹാന്മാരെ സന്ദർശിക്കൽ നമുക്ക് ജീവിതത്തിൽ വലിയ ബറക്കത്താണ്. ആ ബറക്കത്താണ് ഇവിടെ കാണുന്നത്. നഫീസത്തുൽ മിസ്രിയാനെ സന്ദർശിക്കാൻ വേണ്ടി ബറക്കത്തിന് വേണ്ടി വരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പിന്നെ ജമാലുദ്ദീൻ എന്ന് പറയുന്ന വീട്ടിലാണല്ലോ പോയി ഇറങ്ങിയത്. അവിടെ കുറെ താമസിച്ചു എന്നല്ലേ പറഞ്ഞത്. അവിടെ നിന്നതാ തന്റെ ഭർത്താവിന്റെ കൂടെ മെല്ലെ നീങ്ങി ഉമ്മുഹാനി എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക്. ജമാലുദ്ദീൻ എന്നൊരു വീട്ടിൽ നിന്ന് നേരെ മിസ്രിൽ തന്നെ ഉമ്മുഹാനി എന്ന് പറയുന്ന ഒരു മഹദിയുടെ വീട്ടിലേക്ക് താമസം മാറി. ഫഖാമത്ത് അവലൻ ഇന്ദ ജമാലുദ്ദീൻ അസാസ്, ആദ്യം താമസിച്ച് ജമാലുദ്ദീൻ അബ്ദുല്ലാഹി ജസ്സാസിന്റെ വീട്ടിലാണ്. തുമ്മ അഖാമത്ത് ഇന്ദ ഉമ്മുഹാനിൻ, പിന്നെ ഉമ്മുഹാനിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ മിസ്രിൽ പോയപ്പോ രണ്ട് പുരയിൽ താമസിച്ചു. ഒന്ന് ജമാലുദ്ദീൻ അബ്ദുല്ലാഹി ജസ്സാസ് എന്ന് പറയുന്ന ആളെ പുരയില്, അവിടെ നിന്ന് പിന്നീട് താമസം മാറിയിട്ട് ഉമ്മുഹാനിന്റെ വീട്ടിൽ താമസിച്ചു. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഫഖദിമത്ത് മിസ്ർ വബിഹാ ബിൻതു അമ്മിഹാ സയ്യിദു സക്കീന. അവിടെ ഈ മിസ്റിലെ താമസിക്കുന്ന മറ്റൊരു പെണ്ണുണ്ട്. ആരാണ്? ഈ നഫീസത്തുൽ മിസ്രിയാന്റെ അമ്മ കുഞ്ഞുമ, അല്ലെങ്കിൽ അല്ല അമ്മ കാക്ക, അളാപ്പ അല്ല, നഫീസത്തുൽ മിസ്രിയാന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് മുമ്പേ അവിടെ മിസ്രിൽ താമസിച്ചിരുന്നു. കുടുംബത്തിൽപ്പെട്ട കുഞ്ഞുമ എന്നാ പറയുന്നത്, സക്കീന എന്ന പേര് കാണുന്നത്. സക്കീന എന്ന പേരുള്ള ഒരു സഹോദരി മുൻപേ പോയി അവിടെ താമസിച്ചിരുന്നു. മാത്രല്ല ഈ സക്കീന എന്ന് പറയുന്ന പെണ്ണും അന്ന് മിസ്രിൽ വലിയ പേരുകെട്ട പെണ്ണാണ്. അശഹീറത്തു ബിൽ വിലായ, വിലായത്തുകൊണ്ട് പ്രസിദ്ധമായ പെണ്ണായിരുന്നു ആ പെണ്ണും. നഫീസത്തുൽ മിസ്രിയാന്റെ അമ്മായിയാണ്. ആ പെണ്ണും മിസ്രിലാ താമസിച്ചത്. അങ്ങനെ മഹദിയും മിസ്രിലേക്ക് എത്തി. അമ്മായി ആടന്നെ. അമ്മായി പക്ഷെ മുമ്പേ മരിച്ചിരുന്നു. ആ നാട്ടിൽ താമസിച്ചതാണ്, മുമ്പേ മരിച്ചിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നഫീസത്തുൽ മിസ്രിയ പോയിട്ട് അതാ മിസ്രിൽ താമസമാക്കി. അങ്ങനെ മിസ്രിൽ 208 മിസ്രിൽ വെച്ച് വഫാത്താകുന്നു. 193 മിസ്രിലേക്ക് പോയി. 208 മിസ്രിൽ വഫാത്താകുന്നു. അപ്പൊ എത്ര? 15 കൊല്ലം അല്ലെ? 15 കൊല്ലം മിസ്രിൽ താമസിച്ചു. 15 കൊല്ലക്കാലം മിസ്രിലായിരുന്നു നഫീസത്തുൽ മിസ്രിയാന്റെ താമസം. അങ്ങനെ 208 മഹദി വഫാത്താകുന്നത്. എവിടെ? മിസ്രിൽ വെച്ചിട്ട്. അങ്ങനെ മിസ്രിൽ കുറെ കൊല്ലം താമസിച്ചു. അങ്ങനെ മിസ്രിൽ നിന്ന് പിന്നീട് സുബ്ഹാനല്ലാഹ് വഫാത്തായപ്പോൾ തന്റെ ഭർത്താവ് ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന് പറയുന്ന ആള് തന്റെ 2 മക്കളെയും കൂട്ടിയിട്ട്, ഖാസിം ഉമ്മു കുൽസൂം എന്ന് പറഞ്ഞ 2 മക്കളുണ്ടല്ലോ, 2 മക്കളെയും കൂട്ടിയിട്ട് ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന ഭർത്താവ് നഫീസത്തുൽ മിസ്രിയാന്റെ ജനാസ മദീനയിലേക്ക് കൊണ്ടുപോയി. അവിടെ മദീനയിൽ ഖബറടക്കി എന്നൊരു ചരിത്രത്തിലുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്ന് പിന്നീട് വരുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം കാണുന്നുണ്ട്, മദീനയിലാണ് ഖബർസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ അത് ശരിയല്ല. അതിന്റെ ബാക്കി ഞാൻ പിന്നെ പറയാം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ സുബ്ഹാനല്ലാഹ് നഫീസത്തുൽ മിസ്രിയ അതാ മിസ്രിൽ താമസമാക്കി 208 വഫാത്താകുന്നു. ഇനി മിസ്രിൽ താമസിക്കുമ്പോൾ ഉണ്ടായ ചില അവസ്ഥകളെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ജനങ്ങളുടെ ഇടയിൽ അവിടുത്തെ കറാമത്ത് പ്രസിദ്ധമായപ്പോൾ, നഫീസത്തുൽ മിസ്രിയാന്റെ വല്ലാത്ത കറാമത്താണ്. ആ കറാമത്ത് മിസ്രിൽ പ്രസിദ്ധമായപ്പോൾ സുബ്ഹാനല്ലാഹ് ലം യബ്ഖ അഹദുൻ ഇല്ലാ ഖസ്ത സിയാറത്തി സയ്യിദത്തി നഫീസത്തുൽ മിസ്രിയ. നഫീസത്തുൽ മിസ്രിയാനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കാത്ത ഒരാളും ഇല്ല, ഒരൊറ്റ ഒരാളുമില്ല. എല്ലാവരും ആഗ്രഹം നഫീസത്തുൽ മിസ്രിയാനെ ഒന്ന് കാണണമെന്നാണ്. ആ നിലക്ക് കറാമത്ത് പ്രസിദ്ധമായി പോയി. അങ്ങനെ വഅദുമൽ അംറു, കാര്യം വളരെ വണ്ണമായി.
വകസറൽ ഖൽഖു അലാ ബാബിഹാ, ഡോർ തുറക്കുമ്പോ പുറത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ക്യൂ. ഓ, നഫീസത്തുൽ മിസ്രിയാനെ കാണാൻ ഡോർ തുറക്കുമ്പോ പുറത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നഫീസത്തുൽ മിസ്രിയാന്റെ വീട്ടില് ഉമ്മാനെ കാണാൻ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ഫതലബത്ത് ഇൻദദാലിക റഹീല ഇലാ ബിലാദിൽ ഹിജ്റത്തിൻ ദാഹിരിയ, മിസ്റിന്ന് നാട് വിട്ടിട്ട് ഹിജാസിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. മിസ്റിന്ന് നാട് വിട്ടിട്ട് നഫീസത്തുൽ മിസ്രിയ ഹിജാസിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം എന്താ? ശല്യം കൊണ്ട് സഹിക്കുന്നില്ല. ആൾക്കാർ ശല്യത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും പടങ്ങേറ്. രാവിലെ ഡോർ തുറക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ പുറത്ത് ക്യൂ കാണാൻ വേണ്ടിയിട്ട്. ഇത് പറ്റൂല, മഹദി ഹിജാസിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ മിസ്റുകാർക്ക് ഇത് വല്ലാത്ത പ്രയാസമായി പോയി. നമ്മളെ നാട്ടിൽ നിന്ന് ഉമ്മ പോകുന്നല്ലേ, ഇത്രയും വലിയ മഹദി നമ്മളെ നാട്ടിൽ നിന്ന് പോവല്ലേ, നാട്ടുകാർക്ക് ഭയങ്കര പ്രയാസമായി. നാട്ടുകാർ വിട്ടില്ല. നാട്ടുകാർ മുഴുവനും പോയിട്ട് ആവശ്യപ്പെട്ടു, ഉമ്മ ഇവിടെ തന്നെ നിൽക്കണം, പോകല്ലേ, മിസ്റിൽ തന്നെ നിൽക്കണം, പോകല്ലേ ഉമ്മ, ഈ നാട്ടിൽ നിന്ന് പോകല്ലേ. ചുരുക്കി പറഞ്ഞാൽ ഫാബത്ത്, മഹദി തടഞ്ഞു. മഹദി ഞാൻ പോന്നെ, എനിക്ക് നിൽക്കാൻ പറ്റൂല, ഞാൻ പോകലെന്നെ. കാരണം എന്ത് അടങ്ങേറ് ജനങ്ങളെ എന്ത് അടങ്ങേറാ, എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല, ഞാൻ ഇവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഫജ്തമഅഹുൽ മിസ്ർ വദഖലു അല സിർരി ഇബ്നു ഹക്കം ഹക്കീം അമീർ മിസ്ർ. അങ്ങനെ നാട്ടുകാരെന്താക്കി അറിയോ? മിസ്റിനെ ഭരിക്കുന്ന അന്നത്തെ ഭരണാധികാരിയാണ് അലിയു സിർരി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി. നാട്ടുകാരെല്ലാം ഭരണാധികാരിന്റെ മുമ്പിലേക്ക് പോയിട്ട് പറഞ്ഞ്, ഇതാ നമ്മുടെ നാട്ടിൽ നിന്ന് നഫീസത്തുൽ മിസ്രിയ പോവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഭരണാധികാരി ഒരു നിലക്കും പോവാൻ വിടാൻ അനുവദിക്കാൻ പാടില്ല. ഭരണാധികാരിയുടെ മുമ്പിലേക്ക് പോവാണ്. മിസ്ർ ഭരിക്കുന്ന, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിന്റെ മുമ്പിലേക്ക് നാട്ടുകാർ പോവാണ്. പോയിട്ട് പറയാ, നഫീസത്തുൽ മിസ്രിയ പോവാൻ ഒരുങ്ങിയിട്ടുണ്ട്, വിടാൻ പറ്റൂല. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഈ രാജാവ് എന്ത് ചെയ്തെന്നറിയോ? വബഅസ ഇലൈഹാ കിതാബൻ വറസൂലൻ വബഅസ ഇലൈഹാ കിതാബൻ. ഈ ഭരണാധികാരി നഫീസത്തുൽ മിസ്രിയക്ക് ഒരു എഴുത്ത് കൊടുത്തയച്ചു. ആ എഴുത്തിൽ എന്തുള്ള? നാട് വിട്ടു പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം. വറസൂലൻ യഅ്മുറുഹാ ബിർറുജൂഇ അമ്മാ അസംതു അലൈഹി. കത്ത് മാത്രല്ല, ഒരാളെയും കൂടി പറഞ്ഞയച്ചു. ആ പറഞ്ഞയച്ച ആൾ വന്നിട്ട് എന്താ പറയുന്നത്? ഭരണാധികാരി പറയുന്നുണ്ട്, നഫീസത്തുൽ മിസ്രിയ, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചില്ലേ, തീരുമാനം മാറ്റണം. ഭരണാധികാരിന്റെ ഓർഡറാണ്, തീരുമാനം മാറ്റണം. ഫഅബത്ത്, പറ്റൂല, ഞാൻ പോന്ന്, എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല, ഞാൻ പോന്ന്, എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല, മിസ്റിൽ നിൽക്കാൻ പറ്റൂല. ഭരണാധികാരിന്റെ കത്ത് വന്ന്, ഭരണാധികാരി പറഞ്ഞയച്ച ആളും വന്ന്. കാരണം എന്താ? കാരണം നേരെ വിളിക്കുമ്പോൾ ഡോറിന് പുറത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ക്യൂ. ജീവിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ തിരക്കായി ജീവിക്കാൻ പറ്റൂലല്ലോ. മഹദി നാട് വിട്ടു പോകാൻ വേണ്ടി തീരുമാനിച്ച്, നാട്ടുകാർ പോണ്ടെന്ന് പറഞ്ഞ് അവസാനം നാട്ടുകാർ ഭരണാധികാരിന്റെ മുമ്പിലേക്ക് പോയി. ഭരണാധികാരി കത്തയച്ചു, ഭരണാധികാരി ആളെ പറഞ്ഞയച്ചു. പെണ്ണ് ഞാൻ പോകുന്നു. അങ്ങനെ ഫറക്കിബ ബിനഫ്സിഹി, ഭരണാധികാരി സ്വന്തം ഇങ്ങോട്ട് വന്നു. രാജാവ് വന്നു നഫീസത്തുൽ മിസ്രിയാന്റെ മുമ്പിലേക്ക്. വാത്ത ഇലൈഹ, ആ നേരെ നഫീസത്തുൽ മിസ്രിയാന്റെ മുമ്പിലേക്ക് ചെന്നു. വസഅലഹാ ഫിൽ ഇഖാമ, ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഉമ്മ പോവാൻ പാടില്ല, ഇവിടെ തന്നെ നിൽക്കണം. അപ്പൊ മഹദി ചില ഡിമാൻഡ് വെച്ച്. ഇങ്ങനെ ഭരണാധികാരി കത്തയച്ചിട്ടും സ്വീകരിച്ചില്ല, ആളെ പറഞ്ഞയച്ചിട്ടും സ്വീകരിച്ചില്ല, ഇനി ഭരണാധികാരി വന്നിട്ടും സ്വീകരിച്ചു ധിക്കാരിയാവൂലേ? അപ്പൊ മഹദി പറഞ്ഞു, ഞാൻ നിൽക്കാ ചില ഡിമാൻഡ് ഉണ്ട് എന്ന്. ചില ഡിമാൻഡ് ഉണ്ട്. ഫഖാലത്ത്, നഫീസത്തുൽ മിസ്രിയ ഭരണാധികാരിയോട് പറഞ്ഞു, ഇന്നി കുന്തു നബൈതുൽ ഇഖാമത ഇൻദകും, നിങ്ങളുടെ നാട്ടിൽ നിൽക്കാൻ വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്, ഞാൻ നിൽക്കാൻ തീരുമാനിച്ചു, മിസ്റിൽ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഇന്നി ഇംറഅത്തുൻ ലഈഫ, ഞാനൊരു പാവം പെണ്ണാണ്, ഞാനൊരു ലഈഫായ പെണ്ണാണ്. വന്നാസു ഖദു അക്സറു മിനൽ മജീഇൻ ദി, എന്റെ അടുക്കൽ വരുന്ന ജനങ്ങൾ അധികരിച്ചിട്ടുണ്ട്, എനിക്ക് സുധാരിക്കാൻ പറ്റുന്നില്ല. പെരുത്തും ആൾക്കാർ വരുന്നുണ്ട്, എനിക്ക് സുധാരിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു ലഈഫായ പെണ്ണാണ്.
ഓ വന്നാസുഖത് അക്സറൂമിനൽ മജീന്തി, പെരുത്തും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പാവം പെണ്ണാണ്. വശഗലൂനി അൻ ഔറാദി, ഈ ആൾക്കാരിങ്ങനെ വരുമ്പോ എന്റെ ദിക്ർ മുടങ്ങുന്നു. അതിന്റെ വിഷയതായിപ്പോ നാട് വിട്ടുകൊണ്ട് പോന്നിരുമ്പോ ആൾക്കാരിങ്ങനെ കാണാൻ വരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓ രാജാവേ, ഞാനൊരു ലൈഫായ പെണ്ണാണ്, ആൾക്കാരിങ്ങനെ കൂടുതൽ വരുന്നുണ്ട്. അവർ വന്നപ്പോൾ എന്റെ ഔറാദ് മുടങ്ങുന്നു. ഞാൻ പതിവായി ചെയ്യുന്ന അമലുകളൊക്കെ മുടങ്ങുന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ലേ? പതിവായി ചെയ്യുന്ന അമലുകളൊക്കെ മുടങ്ങുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു മഹാനുണ്ടെങ്കിൽ ജനങ്ങൾ കുറച്ചു കാലം കാണാൻ വരും. പിന്നെ ജനങ്ങൾ മുടങ്ങുമ്പോ സാറേ എന്നെ പറ്റി ഒന്ന് പറയണം, ആൾക്കാരൊക്കെ വരുന്ന കുറഞ്ഞിനിപ്പോ, ആൾക്കാരെല്ലാം വരുന്ന കുറഞ്ഞിനിപ്പോ, കുറച്ച് നമ്മളെ പറ്റിയൊന്ന് പറയണോ? അല്ലേ? ഇതല്ലേ നമ്മുടെ നാട്ടിലെ അവസ്ഥ? അങ്ങനെയല്ലേ? ആൾക്കാർ വരുന്നത് കുറയുമ്പോ പ്രശ്ന. ഇതാ നമ്മുടെ നാട്ടിലെ അവസ്ഥ. നഫീസത്തുൽ മിസ്രി എന്താ പറയുന്നത്? ജനങ്ങൾ കൂടിയപ്പോ എന്റെ ഔറാദ് മുടങ്ങുന്നു, ഞാൻ കൃത്യമായി ചെയ്യുന്ന എന്റെ അമല് മുടങ്ങുന്നു. എന്റെ ആഖിറത്തിലേക്കുള്ള ഒരുക്കക്കോപ്പുകളെ ഒരുക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. ആഖിറത്തിലേക്ക് എനിക്ക് ഒരുക്കക്കോപ്പുകൾ ഉണ്ടാക്കാൻ സമയം കിട്ടുന്നില്ല. മാത്രമല്ല ഒമക്കാനി ഹാദാ സഗീറുൽ, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ഒരു കുടുസായ സ്ഥലാണ്. ഇവിടെ ഏടത്തേക്ക് പോകാനും പറ്റുന്നില്ല. ജനങ്ങളാണെങ്കിൽ ഇടങ്ങേറാക്കുന്നുണ്ട്. ഒരു കുടുസായ സ്ഥലമാണിത്. ഈ അധികരിച്ച ജനങ്ങളെ കൊണ്ട് എനിക്ക് വല്ലാതെ പ്രയാസമാകുന്നുണ്ട്. ഇതാരോടാ പറയുന്നത്? ഭരണാധികാരിയോട്. ഭരണാധികാരി പറഞ്ഞു, ശരി, അപ്പൊ ഇങ്ങനത്തെ പ്രശ്നമുണ്ടല്ലേ, നിൽക്കാൻ തീരുമാനിച്ചല്ലോ, തീരുമാനിച്ച് പ്രശ്നം ഞാൻ തീർത്തു തരാം, ഞാൻ പ്രശ്നം തീർത്തു തരാം. ഭരണാധികാരി പറയാൻ ഭരണാധികാരിയാകുന്ന അരിയുസിരി തങ്ങൾ പറഞ്ഞു, നീ എന്തെല്ലാം വേവലാതി പറഞ്ഞോ ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു തരാം. നീ ഇവിടെ തന്നെ നിൽക്കണം, പോകാൻ പറ്റൂല. നഫീസത്തുൽ മിസ്രിയോട് ഭരണാധികാരി പറയാ, ഇവിടെ തന്നെ നിൽക്കണം. ഉമ്മമാരെ കേൾക്കണം, ഇനി വളരെ പ്രധാനപ്പെട്ട ചരിത്രമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ തന്നെ നിൽക്കണം, നാട് വിട്ടു പോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ, പരാതി പറഞ്ഞപ്പോ രാജാവ് പറയുന്നു, ഒക്കെ ഞാൻ തീർത്തു തരാം, ഞാൻ തീർത്തു തരാം, പക്ഷെ നാട് വിട്ടു പോകാൻ പറ്റൂല. അത് എന്നിട്ട് പറയാണ്, എന്താ ഉമ്മ നിങ്ങളെ പ്രശ്നം എന്താ? ഓ നഫീസത്തുൽ മിസ്രിയ, നിങ്ങളെ പ്രശ്നം എന്താണ്? അമ്മാദീഖുൽ മക്കാനി, ഈ സ്ഥലം ഒരു കുടുസായ സ്ഥലമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ജനങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ഫൈനലി ദാറം വാസിയ, എനിക്കൊരു വിശാലമായ വീടുണ്ട്. രാജാവ് പറയാ, എനിക്ക് വലിയൊരു കൊട്ടാരണ്ട്, എനിക്ക് വിശാലമായൊരു വീടുണ്ട്. അഷ്ഹദുല്ലാഹ തആല അന്നീ ഖദ് വഹബ്തുഹാ ലക്കി, അല്ലാഹ് സാക്ഷി, ഓ നഫീസത്തുൽ മിസ്രിയ, എനിക്കൊരു വലിയ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരം നിനക്ക് ഞാൻ ഫ്രീ ആയി തന്നു. ഭരണാധികാരി പറയുന്നു, ഉമ്മ ഇവിടുന്ന് പോകാൻ പറ്റൂല, എന്റെ വിശാലമായ കൊട്ടാരമുണ്ട്, ഞാനത് നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നു. അസ്അലുക തഖ്ബലിഹാ മിന്നി, എന്റെ വക്കൽ ഹദിയനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നു. എന്റെ വിശാലമായ കൊട്ടാരം ഉമ്മ അങ്ങേക്ക് ഹദിയ തന്നു, ഫ്രീ ആയിട്ട് തന്നു, അത് സ്വീകരിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഫഖാലത്ത്, അപ്പോൾ മഹദി പറഞ്ഞു, ഖദ് ഖബിൽതുഹാ മിൻക, ഞാൻ സ്വീകരിച്ചു, ഞാൻ നിങ്ങളെ കൊട്ടാരം സ്വീകരിച്ചു. ഫഫരിഹ സിരി ബിഖബൂലിഹാ, സ്വീകരിച്ചപ്പോൾ രാജാവിനിക്ക് ഭയങ്കര സന്തോഷം. സ്വീകരിച്ചല്ലോ, ഉമ്മ നിൽക്കുന്ന ഉറപ്പായല്ലോ, സ്വീകരിച്ചു. ഫഖാലത്ത്, അവ പെണ്ണ് നഫീസത്തുൽ മിസ്രിയ ചോദിച്ചു, ശരി, ഈ സ്ഥലം ഇടുക്കത്രമായ സ്ഥലമായതുകൊണ്ടാണ് നിങ്ങൾ വിശാലമായ പോരങ്ങൾക്ക് തന്നത്, ശരി, എന്നാൽ ഈ ജനങ്ങളെ ഇപ്പൊ എന്താക്കും? ഞാൻ എന്റെ ഔറാദ് മുടങ്ങുന്നതല്ലേ ഞാൻ പറഞ്ഞേ, ഇബാദത്ത് മുടങ്ങുന്നതല്ലേ പറഞ്ഞേ? കൈഫാസ്നോ ബിഹാദിൽ ജുമുഉൽ വാഫിദീന അലയ്യ, ഈ കൂട്ടം കൂട്ടമായി എന്റെ മുമ്പിലേക്ക് വരുന്ന ജനങ്ങളെ ഞാൻ എന്തു ചെയ്യും? സ്ഥലമൊക്കെ വിശാലമായ കൊട്ടാരം എനിക്ക് കിട്ടിയല്ലോ, ഞാൻ എന്ത് ചെയ്യും? ഫഖാല, അപ്പോഴാണ് രാജാവ് പറയുന്നു, പേടിക്കണ്ട, നമുക്കൊരു തീരുമാനം എടുക്കാം. അതെന്താ?
അരേ അലായിയക്കൂനിന്നാസി ഫീ കുല്ലി ജുമുഅത്തി യൗമാനി, ആഴ്ചയിൽ ജനങ്ങൾക്ക് സന്ദർശനത്തിന് 2 ദിവസം വെക്കാ. കാണാൻ 2 ദിവസം ജനങ്ങൾക്ക് കാണാൻ 2 ദിവസം, കൂടുതൽ പറ്റൂല. ആഴ്ചയിൽ 2 ദിവസം ജനങ്ങൾക്ക് സന്ദർശനത്തിന്, ബാക്കി മുഴുവനും മഹദിക്ക് ഇബാദത്തിന്. കണ്ടോ, ഇതാരാ ചെയ്തു കൊടുക്കുന്നത്? ഭരണാധികാരി ചെയ്തു കൊടുക്കാണ്. അങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ജനങ്ങൾക്ക് സന്ദർശന ദിവസം, ബാക്കി മുഴുവനും ഇബാദത്തുമായി കഴിഞ്ഞുകൂടിക്കോളൂ. കണ്ടോ, അങ്ങനെ ഏതാ 2 ദിവസം? ഇജ്അലി, ഓ ഉമ്മ നിങ്ങൾ ആയിക്കോളി, യൗമ സബ്തി വൽ അർബിആഇ ലിന്നാസ്, ശനിയാഴ്ചയും ബുധനാഴ്ചയും ജനങ്ങൾക്ക് വേണ്ടി. ആഴ്ചയിൽ 2 ദിവസം. ഇത് ഭരണാധികാരി ചെയ്തു കൊടുക്കാണ്. ആഴ്ചയിൽ 2 ദിവസം ജനങ്ങളെ സന്ദർശിക്കാൻ, ശനിയാഴ്ചയും ബുധനാഴ്ചയും. അങ്ങനെ ബാക്കിയുള്ള ദിവസമൊക്കെ നിങ്ങൾ അള്ളാന്റെ ജോലിയിൽ ഏർപ്പെട്ടോളി, ദിക്റിൽ ഏർപ്പെട്ടോളി. ഫഫഅലത് ദാലിക, അങ്ങനെ മഹദി നഫീസത്തുൽ മിസ്രി അങ്ങനെ ചെയ്തു. രാജാവ് കൊടുത്ത കൊട്ടാരത്തിലേക്ക് താമസം മാറ്റി. എന്നിട്ട് ആഴ്ചയിൽ 2 ദിവസം മാത്രം സന്ദർശനത്തിന് വെച്ചു, ബാക്കി മുഴുവനും ഇബാദത്തിന് വേണ്ടി മാറ്റി വെച്ചു. എന്നിട്ടും നാട്ടുകാർ വിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് നഫീസത്തുൽ മിസ്രിയാന്റെ ചരിത്രം. ഇനി കണ്ടില്ലേ, സുബ്ഹാനല്ലാഹ്, മഹാന്മാർ എത്രയാണ് പറയുന്നത്. അങ്ങനെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, അവിടുത്തെ കറാമത്താണെങ്കിലോ അത് പറഞ്ഞാ തീരാത്ത കറാമത്താണ്. 1-2 കറാമത്ത് സാമ്പിളിന് വേണ്ടി മാത്രം പറയാം. നഫീസത്തുൽ മിസ്രിയാന്റെ കറാമത്ത് നമ്മളെ പഴയ ഉമ്മമാരൊക്കെ അനുഭവിച്ചവരാണ്. ആ നഫീസത്തുൽ മിസ്രിയാന്റെ മാല പാടിയാൽ തന്നെ അല്ലെ പ്രസവം അത്ഭുതകരമായി കണ്ട പ്രസവങ്ങളാണ്. എത്രയോ സംഭവങ്ങൾ വയസ്സത്തി ഉമ്മമാർക്ക് പറയാനുണ്ട്. ആ നഫീസത്തുൽ മിസ്രിയാന്റെ കറാമത്ത് ഇന്നും ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങ് ജീവിതകാലത്ത് കാണിച്ച വല്ലാത്ത അത്ഭുതങ്ങൾ 1-2 ഉമ്മമാരെ നിങ്ങളെ മനസ്സിൽ ആ ഈമാൻ ഉറക്കാൻ വേണ്ടി 1-2 ചരിത്രങ്ങൾ പറയാം. എല്ലാം പറയാൻ കഴിയില്ല. എന്താണ്? ഒന്നാമതായി, ഒരു യഹൂദിയായ ഒരാള്, യഹൂദികളിൽപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു സംഭവം. നഫീസത്തുൽ മിസ്രിയ മുഖേന യഹൂദികളിൽപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഇന്നഹു കാന ഫി ജിവാരിഹാ ഹീനമാ ഖദിമത് ഇലാ മിസ്റ വനസലത് ഫി ദാരി ജമാലുദ്ദീൻ അബ്ദുല്ലാഹി ബിൻ ജസ്സാസ്. നേരത്തെ മിസ്റിലേക്ക് വന്നിട്ട് ജമാലുദ്ദീൻ അബ്ദുല്ലാഹി ബിൻ ജസ്സാസ് എന്ന പോരയിലല്ലേ ആദ്യം ഇറങ്ങിയത്. ആ വീട്ടിന്റെ അരികെ ഉണ്ടായിരുന്നു ഫഅഖാമത് ബിഹാ മുദ്ദത്തു ശുഹൂരിൻ, കുറെ മാസങ്ങളോളം ജമാലുദ്ദീൻ അബ്ദുല്ലാഹി എന്ന പോരയിലല്ലേ താമസിച്ചത് നഫീസത്തുൽ മിസ്രിയ. ആ താമസിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം യഹൂദികൾ ഉണ്ടായിരുന്നു ചുറ്റുഭാഗത്ത്. ജമാലുദ്ദീൻ അബ്ദുല്ലാഹി ബിൻ ജസ്സാസ് എന്നവരുടെ വീട്ടിന്റെ ചുറ്റുഭാഗത്ത് കുറെ യഹൂദികൾ ഉണ്ടായിരുന്നു. യഹൂദികൾ അവിടെ താമസിച്ചിരുന്നു. എന്നാൽ ആ യഹൂദികൾപ്പെട്ട ഇമ്രാത്തും യഹൂദിയ, ഒരു യഹൂദിയത്തായ പെണ്ണ്, ലഹാ, ശ്രദ്ധിക്കണം, ആ പെണ്ണിനെക്കൊണ്ട് ഇബ്നത്തുൻ സമീന, യഹൂദിയത്തായ ഒരു പെണ്ണ്, ഈ നഫീസ ഉമ്മ താമസിക്കുന്ന വീട്ടിന്റെ അപ്പുറത്ത് ഒരു ചെറിയ പൊരയിൽ ഒരു യഹൂദിയത്തായ പെണ്ണ് താമസിക്കുന്നുണ്ട്, ജൂതമതത്തിൽപ്പെട്ട പെണ്ണ്. ആ പെണ്ണിനിക്കൊരു മോളുണ്ട്. ആ മോളാരാ? സമീനത്തുൻ, തളർവാദം പിടിച്ച പെണ്ണാണ്. ലാ തഖ്ദിറു അലൽ ഹറക, ചലനമില്ല, ചലനം നഷ്ടപ്പെട്ടു പോയൊരു പെണ്ണ് നഫീസത്തുൽ മിസ്രിയ താമസിക്കുന്ന ജമാലുദ്ദീൻ അബ്ദുല്ലാഹി ബിൻ ജസ്സാസ് തങ്ങളുടെ വീട്ടിന്റെ അരികെ ഒരു യഹൂദിയത്തായ പെണ്ണ് താമസിക്കുന്നുണ്ട്. ആ പെണ്ണിനിക്കൊരു മോളുണ്ട്, ചലനമില്ലാത്ത തളർവാദം പിടിച്ചു കിടക്കുന്ന പെണ്ണ്. അങ്ങനെ ഒരു ദിവസം ഫാറാദത്തുല്ലുമ്മു, ആ യഹൂദിയത്തായ പെണ്ണുണ്ടല്ലോ, ഈ അഥവാ ഈ ചലനമില്ലാത്ത പെണ്ണിന്റെ ഉമ്മ, ആ യഹൂദിയത്തായ പെണ്ണ് ഉദ്ദേശിച്ചു അൻതദ്ഹബ ഇലൽ ഹമ്മാം, ഒന്ന് കുളിക്കാൻ വേണ്ടി പോകണം. പണ്ടത്തെ കാലത്തൊക്കെ കുളിക്കാനും കുളിമുറിയൊന്നും ഇല്ലല്ലോ, എവിടെയെങ്കിലും കുളത്തിലേക്കോ അങ്ങനെയല്ലേ പോകാറ്. അങ്ങനെ കുളിർമുറിയിലേക്ക് പോകാൻ വേണ്ടി ഉമ്മ തീരുമാനിച്ചു.
ഫസഅലത് ഇബ്നതഹ അസ്സമീന അൻ തഹ്മില ഇൽ ഹമ്മാം. ഈ തളർവാദം പിടിച്ച മോളോട് ഈ ഉമ്മ പറഞ്ഞു, പെണ്ണെ ഞാൻ കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങ് താഴേക്ക്, ഞാൻ നിന്നെയും കൂടി പുറത്തോണ്ട് പോട്ടാ, കാരണം നടക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ നിന്നെ ഏത്തിക്കൊണ്ട് പോട്ടാ. നമ്മളെ കാസർഗോഡ് ഭാഷയെ പറഞ്ഞാല് നിന്നെ ഏത്തിക്കൊണ്ട് ഞാൻ പോട്ടാ, എടുത്തേക്ക് കുളിക്കുന്നിടത്തേക്ക് ഞാൻ പോട്ടോന്ന് വെച്ച്. ഫംതനഅത്തിൽ ബിൻതു മിൻ ദാലിക. ഈ കിടാവ് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. തളർവാദം പിടിച്ച പെണ്ണാണ്, ഉമ്മ ഒറ്റക്കാണ് പുരയില്, ഭർത്താവ് ജോലിക്ക് പോകുന്ന ആളാണ്, യഹൂദിയായ ഭർത്താവ് ജോലിക്ക് പോകുന്ന ആളാണ്. ഈ തളർവാദം പിടിച്ച പെണ്ണിനെ ഒറ്റക്ക് നിർത്താൻ ഉമ്മാക്ക് ധൈര്യമില്ല. അതുകൊണ്ട് ഉമ്മ പോകാ, ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഫഖാലത്തിലഹ ഉമ്മിഹ. ഈ പെണ്ണ് തടഞ്ഞു, ഞാൻ വരുന്നില്ല ഉമ്മ എന്ന് പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഉമ്മ തളർവാദം പിടിച്ച പെണ്ണിനോട് പറയുന്നു, മോളെ എന്നാ ഞാൻ നിന്നെ അപ്പുറത്തെ പുരയിലാക്കിയിട്ട് പോകാം, അപ്പുറത്തെ പുരയിലാക്കിയിട്ട് പോകാം. അപ്പുറത്ത് ആരെ പോരെ? നഫീസത്തുൽ മിസ്രിയാന്റെ പോരെ. അഥവാ നഫീസത്തുൽ മിസ്രിയ താമസിക്കുന്ന ജമാലുദ്ദീൻ അബ്ദുല്ലാഹിബ്നുൽ ജസ്സാസ് തങ്ങളെ പോരെ, ആ പുരയിലാക്കിയിട്ട് പോകാന്ന് പറഞ്ഞ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഫഖാലത്ത് ലഹാ അസ്തയന കുന ഇന്ദ ജാറത്തിന ശരീഫ അത്താ തഊദി. അപ്പൊ ഈ കിടാവ് പറയാണ്, ഉമ്മ എന്നാൽ നിങ്ങൾ കുളിക്കാൻ പോയി തിരിച്ചു വരുന്നത് വരെ ഞാൻ അപ്പുറത്തെ പുരയിൽ താമസിക്കാം. ഞാൻ അപ്പുറത്തെ നഫീസത്തുൽ മിസ്രിയ താമസിക്കുന്ന പുരയിൽ ഞാൻ താമസിക്കാം, നിങ്ങൾ കുളിച്ചിട്ട് വരുന്നവരെ ഞാൻ അവിടെ നിന്നോളാം. അങ്ങനെ ഫഹമലത്ഹാ, യഹൂദിയത്തായ ഉമ്മ ഈ കിടാവിനെ ചുമന്നോണ്ട് പോയി. മിനൽ ബൈത്തി, അപ്പുറത്തെ പരന്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് ഇരുത്തി. കാരണം ചലനില്ലാത്ത കുട്ടിയല്ലേ, അപ്പുറത്തെ പരന്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇരുത്തി. എന്നിട്ട് കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് അതാ ഉമ്മ കുളിക്കാൻ വേണ്ടി യഹൂദിയത്തായ പെണ്ണ് പോകുന്നു. നഫീസത്തുൽ മിസ്രിയ താമസിക്കുന്ന വീട്ടിന്റെ ഒരു മൂലക്ക് ഒരു തളർവാദം പിടിച്ച കിടാവ് അവിടെ നിൽക്കുന്നു. അല്ലാഹ്, ഇത് നഫീസത്തുൽ മിസ്രിയ കാണുന്നു. അന്ന സയ്യിദത നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ തവല്ലഅത്. നഫീസത്തുൽ മിസ്രിയ wudu എടുത്തിട്ട് ഫജറാ മാ wuduഇയാ വിലൽ ബിൻതിൽ യഹൂദിയ. അങ്ങനെ wudu എടുത്ത് ബാക്കിയുള്ള വെള്ളമുണ്ടല്ലോ അതാ യഹൂദിയത്തായ പെണ്ണിന്റെ അടുത്തേക്ക് വന്നിട്ട് ഫഅല്ലഹു സുബ്ഹാനഹു തആല അൻ അഖദത് മിൻ മാഇൽ വുദൂഇ ശൈഅൻ ഖലീലൻ ബിയദിഹാ വമസഅത് ബിഹി അലാ റിജ്ലൈഹാ. നഫീസത്തുൽ മിസ്രിയ wudu എടുത്തിട്ട് വരുമ്പോ അല്ലാഹ് നഫീസത്തുൽ മിസ്രിയാന്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്, ഓ നഫീസ, അല്ലാഹ് തോന്നിപ്പിക്കുകയാണ് മനസ്സിൽ, wudu എടുത്തുള്ള വെള്ളമില്ലേ അവിടെ പാത്രത്തിൽ, wudu എടുത്ത് ബാക്കിയുള്ള വെള്ളമില്ലേ, ആ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ കുട്ടിന്റെ ആ ശരീരത്തിലേക്ക് ഒന്ന് തടകി കൊടുക്കുക എന്നുള്ള തോന്നിപ്പിക്കുകയാ. wudu എടുത്ത് ബാക്കിയുള്ള വെള്ളത്തിനെ ഈ തളർവാദം പിടിച്ച് കിടക്കുന്ന കുഞ്ഞില്ലേ, ആ കുഞ്ഞിക്കൊന്ന് തടകി കൊടുക്കുക എന്ന അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒമസഹത്ത് ബിഹി അലാ റിജ്ലൈഹാ, പെണ്ണ് നഫീസത്തുൽ മിസ്രിയ wudu എടുത്ത് ബാക്കിയുള്ള വെള്ളത്തിനെ കൊണ്ടുവന്നിട്ട് ഈ കിടാവിന്റെ തളർവാദം പിടിച്ച കിടാവിന്റെ കാലിലേക്ക് വെള്ളം തടക്കി കൊടുത്തു. wudu എടുത്ത് ബാക്കിയുള്ള വെള്ളത്തെ തടക്കി കൊടുത്തു. ഫവഖഫത്ത് ഫിൽ വഖതി, കിടാവ് അപ്പനെ എഴുന്നേറ്റ് നിന്ന് ബിഇദ്നില്ലാഹി തആല, അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ഈ കിടാവ് എഴുന്നേറ്റ്, തളർവാദം പിടിച്ച പെണ്ണ് ആ കിടാവ് എഴുന്നേറ്റ് നിൽക്കുന്നു. വഖാമത്ത് തംശി അലാ ഖദമൈഹാ, രണ്ട് കാല് കൊണ്ട് നടന്നിട്ട് കൊണ്ട് കുട്ടി ഓടാൻ തുടങ്ങി. കല്ലം യകുൽ ബിഹാ മർളുൻ ഖത്തു, തീരെ രോഗമില്ലാത്ത നല്ല ആരോഗ്യത്തിന്റെ കുട്ടിയെ പോലെ ഈ കുട്ടി എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. നഫീസത്തുൽ മിസ്രിയ wudu എടുത്ത് ബാക്കിയുള്ള വെള്ളത്തിനെ തളർവാദം പിടിച്ച കുട്ടിന്റെ കാലിലേക്ക് ഇങ്ങനെ തടകി കൊടുത്തതാ. ആ വെള്ളം തടകലോടുകൂടെ അല്ലാഹ് കുട്ടി എഴുന്നേറ്റ് നടന്നു. അങ്ങനെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, എന്താ ചരിത്രം? മഹാന്മാര് പറയുന്നു, നഫീസത്തുൽ മിസ്രിയക്ക് സംഗതി അറിഞ്ഞില്ല. മശ്ഗൂലത്തുൻ ബിസ്വലാത്തിഹാ ലം തഅലം മാ ജറാ
നടന്നത് നഫീസത്തുൽ മിസ്രിയ പോലും അറിഞ്ഞില്ല. നഫീസത്തുൽ മിസ്രിയ പോയി നിസ്കരിച്ചോണ്ടിരിക്കുകയാണ്. വെള്ളം തടകിട്ട് ഉമ്മ പോയി നിസ്കരിക്കാൻ പോയി. കുട്ടി എഴുന്നേറ്റ് നടന്നതൊന്നും നഫീസത്തുൽ മിസ്രിയക്ക് അറിയില്ല. തുമ്മ ഇന്നൽ മനസ് ബിൻത ലമ്മ സമയത്ത് ബിവജി ഉമ്മിഹാ മിനൽ ഹമ്മാമി. ഉമ്മ കുളിക്കാൻ വേണ്ടി പോയതാണ്. ഉമ്മ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്ന വിവരം ഈ കുട്ടി കേട്ടപ്പോ ഖറജത്ത് മിൻ ദാരി സയ്യിദത്തി നഫീസ, നഫീസത്തുൽ മിസ്രിയാന്റെ വീട്ടിൽ നിന്നിട്ട് ഈ കുഞ്ഞരാ പോകുന്നു പുറത്തേക്ക്. ഹത്താ അത്തത്ത് ഇലാ ദാരി ഉമ്മിഹ, സ്വന്തം അപ്പുറത്തെ പൊരയുണ്ടല്ലോ, ഉമ്മാന്റെ പൊരയുണ്ടല്ലോ, ആ പൊരയിലേക്ക് പോയിട്ട് വതറഖത്തിൽ ബാബ, ഈ കുഞ്ഞു പോയി ഡോറങ്ങ് മുട്ടുന്നു. ഉമ്മ പൊരന്റെ ഉള്ളിലുണ്ട്. ഉമ്മ കുളിക്കാൻ വേണ്ടി പോയി വന്നിട്ടുണ്ട്. കുഞ്ഞ് നടന്നു പോയിട്ട് ഡോറ് മുട്ടുന്നു. ഫഖറജത്തിൽ ഉമ്മു, ഡോറ് മുട്ടിയപ്പോ ഉമ്മ പുറത്തേക്ക് വന്നു. തൽനുറു മയ്യതുറുഖുൽ ബാബ്, ആരാട് ഡോറ് മുട്ടിയത്? ഉമ്മ ഇങ്ങനെ നോക്കുന്നു, ആരാ ഡോറ് മുട്ടിയത്? സുബ്ഹാനല്ലാഹ്. അങ്ങനെ നോക്കുമ്പോ ഫബാദറത്തിൽ ബിന്ത്, ഡോറ് തുറന്നു നോക്കുമ്പോ ഈ കുട്ടി ഉളരി വീട്ടിലേക്ക് കയറുന്നു. ഫലം തഅരിഫ്ഹാ, ഉമ്മാക്ക് കുട്ടീനെ പരിചയം കിട്ടിയില്ല. കാരണം ജന്മനാ തളർവാദം പിടിച്ച് കിടക്കുന്ന കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ ഉമ്മാക്ക് പരിചയം കിട്ടിയില്ല. വഖാലത്ത് ലഹാ, ഉമ്മ കുഞ്ഞിനോട് ചോദിക്കുന്നു, മൻ അന്തി, നീ ആരാണ് കുഞ്ഞി, നീ ആരാണ്? നഫീസത്തുൽ മിസ്രിയാന്റെ ആ കറാമത്ത് കൊണ്ട് നടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, സ്വന്തം ഉമ്മ കുഞ്ഞിനോട് ചോദിക്കുന്നു, മൽ അന്തി, നീ ആരാണ്? ഫഖാലത്ത് ലഹാ, കുഞ്ഞ് ഉമ്മയോട് പറഞ്ഞ്, അന ബിന്തുക്കി, ഞാൻ നിങ്ങളെ മോളല്ലയോ ഉമ്മ, ഞാൻ നിങ്ങളെ മോളല്ലയോ ഉമ്മ. ഖാലത്ത് ലഹാ, അപ്പൊ ഈ ഉമ്മ ചോദിക്കുന്നു മോളോട്, മോളെ എന്താ സംഭവിച്ചത്, എന്താ സംഭവിച്ചത്? അപ്പോഴാണ് ഈ കിടാവ് പറയുന്നു, ഫഅഖബറത് ബിഹാ ഫഅലത്, ആ നഫീസത്തുൽ മിസ്രിയ ചെയ്ത സംഗതി ഈ കുട്ടി തന്റെ ഉമ്മയോട് പറയുന്നു. എന്താ ചെയ്തത്? എന്തോ വെള്ളം കൊടുത്തിട്ട്, എന്ത് വെള്ളം കിടാനറിയില്ല, യഹൂദിയല്ല, ഒന്നോർത്തെ വെള്ളം ഒന്നും കിടാനറിയില്ലല്ല. ഈ നഫീസത്തുൽ മിസ്രിയ വെള്ളം കൊടുത്തിട്ട് കാലിലേക്ക് ഇങ്ങനെ തടകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫബക്കത്തിൽ ഉമ്മു, ഇത് കേട്ടപ്പോ യഹൂദിയത്തായ ഉമ്മ കരഞ്ഞുപോയി. ബുകാഅൻ ശദീദ, വല്ലാത്ത കരച്ചല് കരഞ്ഞു. എന്നിട്ട് വഖാലത്ത്, ആ ഉമ്മ പറഞ്ഞു, അതാ വല്ലാഹി അദ്ദീനു സ്വഹീഹ്, അതാ നഫീസത്തുൽ മിസ്രിയാന്റെ ദീനുണ്ടല്ലോ, അത് സ്വഹീഹായ ദീനാണ്. വമാ നഹ്നു അലൈഹി മിന ദീനിൽ ഖബീഹ്, ഞങ്ങൾ ഉള്ള യഹൂദി മതം അത് ബടക്ക് മതമാണ്. നഫീസത്തുൽ മിസ്രിയാന്റെ ദീന് സത്യമതമാണെന്ന് പറഞ്ഞു. അങ്ങനെ തുമ്മ ദഖലത്ത്, ഈ യഹൂദിയത്തായ പെണ്ണ് നേരെ നഫീസ ഉമ്മാന്റെ വീട്ടിലേക്ക് പോകുന്നു. ഫഅഖ്ബലത്ത്, അങ്ങോട്ട് മുന്നിട്ടു. തഖ്ബിലു ഖദമൻ നഫീസ, പോയി നഫീസത്തുൽ മിസ്രിയാന്റെ കാലിലേക്ക് വീണു. യഹൂദിയത്തായ പെണ്ണ് നഫീസത്തുൽ മിസ്രിയാന്റെ കാലിൽ വീഴുന്നു. അല്ലാഹ് വഖാലത്ത് ലഹാ, എന്നിട്ട് നഫീസത്തുൽ മിസ്രിയാനോട് പറയാണ്, ഉംദുദീയദക, ഒന്ന് കൈ നീട്ടിത്തരൂ ഉമ്മ. യഹൂദിയത്തായ പെണ്ണ് നഫീസത്തുൽ മിസ്രിയാനോട് പറയുന്നു, ഒന്ന് കൈ നീട്ടിത്തരൂ. അനാശ്ഹദു, ഞാൻ ശഹാദത്ത് കലിമ ചൊല്ലട്ടെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ ശഹാദത്ത് കലിമ ചൊല്ലട്ടെ, കൈ നീട്ടിത്തരൂ ഉമ്മ. അങ്ങനെ സുബ്ഹാനല്ലാഹ്, നഫീസത്തുൽ മിസ്രിയ മുഖേന അയൽവാസിയായ യഹൂദിയത്തായ പെണ്ണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അങ്ങനെ ഈ പെണ്ണ് ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് അരാ പോകുന്നു തന്റെ സ്വന്തം പൊരയിലേക്ക് പോയപ്പോഴാണ് ഭർത്താവ് ജോലിയും കഴിഞ്ഞ് വരുന്നത്. ഇത് ഭർത്താവില്ലാതെ നടക്കുന്ന പരിപാടിയാ, ഭർത്താവില്ലാത്ത സമയത്ത് നടക്കുന്ന പരിപാടിയാ. അപ്പൊ യഹൂദിയത്തായ പെണ്ണിന്റെ ഭർത്താവ് വന്ന്, ഭർത്താവാരാ? ഭർത്താവിന്റെ പേര് അയ്യൂബ് എന്നാണ്. അയ്യൂബ് എന്നാണ് ഈ യഹൂദിയായ മനുഷ്യന്റെ പേര്. വലഖബഹു, അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബുസറായ എന്നാണ്. നാട്ടുകാരൊക്കെ വിളിക്കൽ അബുസറായ, സൈന്യാധിപൻ എന്നർത്ഥത്തിനിക്ക്, സൈന്യാധിപൻ, പട്ടാളത്തിന്റെ സൈന്യാധിപൻ എന്നർത്ഥത്തിനിക്ക് അബുസറായ എന്ന് പറയും.
അങ്ങനെ ഒക്കാനമിന്റെ അയ്യാരി കൗമിഹി, ഈ അയ്യൂബ് എന്ന് പറയുന്ന ആള് ഈ യഹൂദിയത്തായ പെണ്ണിന്റെ ഭർത്താവ് നാട്ടിലെ ഒരു നേതാവാണ്. ആ നാട്ടിലെ ഒരു നേതാവാണ്. അങ്ങനെ പൊരക്കുമെന്ന് നോക്കുമ്പോ തളർവാദം പിടിച്ച് കിടക്കുന്ന പെണ്ണിനെ കാണുന്നു. നല്ല റാഹത്തോടെ നിന്നിട്ട് തുള്ളുന്നതും ചാടുന്നതും കളിക്കുന്നതും ഈ ഭർത്താവ് കാണുന്നു. സന്തോഷം കൊണ്ട് തുള്ളി. ഈ അയ്യൂബ എന്ന് പറയുന്ന ബാപ്പ സന്തോഷം കൊണ്ട് തുള്ളി. വഖാല ഇംറാത്തിഹി, എന്നിട്ട് ഭാര്യനെ വിളിച്ച് ചോദിച്ച്, കൈഫക്കാന ഖബറുവ, എന്തുവാളെ വിഷയം, നമ്മൾ കിടാവിന്റെ വിഷയം എന്ത്, നമ്മളെ കുട്ടീന്റെ വിഷയം എന്ത്, തളർവാദം കടിച്ചു കിടക്കുന്ന പെണ്ണല്ലേ, എന്ത് പറ്റി, അതാ നടക്കുന്നത് കാണുന്നല്ലോ. നഫീസത്തുൽ മിസ്രിയാന്റെ കൂടെ നടന്ന ചരിത്രം മുഴുവനും ഈ ഉമ്മ അങ്ങോട്ട് യഹൂദിയത്തായ പെണ്ണ് ഭർത്താവിന് പറഞ്ഞു കൊടുത്തു. ഞാൻ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്റെ കുട്ടീനെ, തളർവാദം പിടിച്ച കുട്ടീനെ ഞാൻ എത്തിക്കൊണ്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ കുഞ്ഞ് വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അയൽവാസിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ തളർവാദം പിടിച്ച കുഞ്ഞിനെ ഒരു മൂലക്ക് ഞാൻ ഇരുത്തിയിട്ട് ഞാൻ കുളിക്കാൻ പോയി. അങ്ങനെ കുളിക്കാൻ പോയപ്പോ അവിടെ നഫീസത്തുൽ മിസ്രിയ വെള്ളം കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞിന്റെ കാലങ്ങ് തടകി കൊടുത്തതാ. അങ്ങനെ തടകി കൊടുത്തപ്പോ കാലിന്റെ രോഗം അങ്ങ് മാറിയിട്ടുണ്ട്. ഈ സംഭവം ഈ യഹൂദിയത്തായ പെണ്ണ് തന്റെ ഭർത്താവിനോട് പറഞ്ഞു. യഹൂദിയായ മനുഷ്യൻ ഇങ്ങനെ ആകാശത്തിലേക്ക് തല ഉയർത്തുകയാണ്. എന്നിട്ട് ഈ യഹൂദിയായ മനുഷ്യൻ പറയുന്നു, സുബ്ഹാനക, പടച്ചോനെ, നീ ചിലവർക്ക് ഹിദായത്ത് കൊടുക്കുന്നു, നീ ചിലവരെ പിഴപ്പിക്കുന്നു, ഞങ്ങളൊക്കെ പിഴപ്പിച്ചു പോയി. നഫീസത്തുൽ മിസ്രിയക്ക് ഹിദായത്ത് കൊടുത്തു പോയി. വല്ലാഹി ആദാ ഹുവദ്ദീനു സഹീഹ്, നഫീസത്തുൽ മിസ്രിയാന്റെ ദീന് അത് സ്വഹീഹായ ദീനാൻ. വലാ ദീന ഇല്ലാ ദീനൽ ഇസ്ലാം, ഇസ്ലാമാകുന്ന ദീനല്ലാതെ ദീനില്ല എന്ന് യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു. യഹൂദിയായ മനുഷ്യനും പോയി നേരെ നഫീസത്തുൽ മിസ്രിയാന്റെ വീട്ടിലേക്ക് പോയിട്ടോ. പോയിട്ട് എന്താ ചെയ്തു നോക്കി നിങ്ങള്. സുബ്ഹാനല്ലാഹ്, ഈ യഹൂദിയായ മനുഷ്യൻ നഫീസത്തുൽ മിസ്രിയാന്റെ അടുത്തേക്ക് നേരത്തെ പെണ്ണ് പോയിട്ട് കാലിക്ക് വീണതാ. കാലിക്ക് വീണ് കാല് ചുംബിച്ചിട്ട് കൈ നീട്ടിത്താ ശാത്ത് കരിമ്പോ ചെല്ലാന്നാ പറഞ്ഞത്. അരി പെണ്ണ് ഭർത്താവ് എന്തായി നോക്കികള്. ഭർത്താവ് പോയിട്ട് നഫീസത്തുൽ മിസ്രിയ താമസിക്കുന്ന വീട്ടിന്റെ ഉമ്മൽപ്പടിയിലേക്ക് പോയിട്ട് കവിളിട്ട് വരക്കുന്നു. കവിളിനെ ഉമ്മൽപ്പടിയിലേക്ക് ഇട്ട് ഉരക്കുകയാണ്. അല്ലാ, മഹാന്മാരെ ചരിത്രം നോക്കൂ നിങ്ങള്. നമ്മളറിയിപ്പ് എന്താക്കി ശിർക്ക്, എല്ലാം ശിർക്ക് 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 അല്ലേ. ആ മനുഷ്യൻ ഉമ്മൽപ്പടിയിലേക്ക് അവിടുത്തെ കവിളിട്ട് വരക്കുകയാണ്. എന്നിട്ട് അതാ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്, വാസ്ലമ, എന്നിട്ട് ഉമ്മൽപ്പടിയിൽ നിന്നിട്ട് ഇസ്ലാമരം സ്വീകരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ മനുഷ്യനും ഇസ്ലാമരം സ്വീകരിച്ചു. പിന്നെ ഈ കുഞ്ഞിന്റെ വർത്തമാനം നാട്ടിൽ വ്യാപകമായി. തളർവാദം പിടിച്ച് കിടക്കുന്ന കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുന്നു എന്ന വിഷയം നാട്ടിൽ ആകെ പ്ലേശായി. കുഞ്ഞും ഇസ്ലാമനം സ്വീകരിച്ചു, ബാപ്പയും സ്വീകരിച്ചു, ഉമ്മയും ഇസ്ലാമനം സ്വീകരിച്ചു. ആ പരിസരത്തുള്ള യഹൂദികൾ മുഴുവനും നഫീസത്തുൽ മിസ്രിയാനെ കൊണ്ട് സ്വീകരിച്ചു പോയി. അല്ലാഹ്, നഫീസത്തുൽ മിസ്രിയാനെ കൊണ്ട് പരിസരവാസികൾ മുഴുവനും ഇസ്ലാമനം സ്വീകരിച്ചു. ഇത് നഫീസത്തുൽ മിസ്രിയാന്റെ ഒരു കറാമത്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ എത്രയുണ്ട് പറയാൻ. സുബ്ഹാനല്ലാഹ്, നഫീസത്തുൽ മിസ്രിയാന്റെ കറാമത്ത് മാത്രം പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല. അല്ലാഹ്, അവിടത്തെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ നീ നന്നാക്കി തരണം റബ്ബേ. അങ്ങനെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, അതാ ഒരു ദിമ്മിയത്തായ പെണ്ണ് ഇസ്ലാമിലേക്ക് വന്നൊരു ചരിത്രം കൂടി മഹാന്മാർ രേഖപ്പെടുത്തുന്നു.
തീരാനായി. എല്ലാം പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല. ഞാൻ കുറച്ചിങ്ങനെ പറയാ. ഇന്ന് തീർക്കണ്ടേ, നാളെ ക്ലാസ് പറയുന്നുണ്ട്, നാളെ ഇവിടെ പറയാൻ പറ്റൂല, അനുഭവത്തേക്ക് വേണ്ട നാളെ. അപ്പൊ ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ച് നഫീസത്തുൽ മിസ്രിയാന്റെ ചരിത്രം ഇങ്ങനെ പോവാണ്. അവിടുത്തെ ജീവന ചരിത്രമൊക്കെ പറഞ്ഞു. ഇനി തീർന്നില്ല. സ്വന്തം പൊരയിൽ കബറുവെച്ചിട്ട് 6000-ഓളം ഖത്തം തീർത്ത മഹദിയാണ് നഫീസത്തുൽ മിസ്രി. ഇപ്പൊ പറയാൻ വേണ്ടി പോവാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എത്രയുണ്ട് മഹദിയുടെ ചരിത്രം പറയാൻ. നോക്കൂ നിങ്ങള്, ഒരു ദിമ്മിയത്തായ പെണ്ണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നു. ഇന്ന റജുലൻ തസവ്വജ ബിംറഅത്തിൻ ദിമ്മിയത്തിൻ, ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു കാഫിറത്തായ പെണ്ണിനെ മംഗലം കഴിച്ചു. ഒരു കാഫിറത്തായ പെണ്ണിനെ മംഗലം കഴിച്ചു. അങ്ങനെ അല്ലാഹു തആല ആ പെണ്ണിലൂടെ ഇയാൾക്കൊരു കുട്ടിയെ കൊടുത്തു. അങ്ങനെ കുട്ടിയും കൂട്ടി കബുറൽ വലതു, കുട്ടി വലുതായി. അങ്ങനെ കുട്ടി വലുതായപ്പോൾ ഈ ബാപ്പ ഈ കുട്ടിനെ കൂട്ടിയിട്ട് യാത്ര പോയപ്പോൾ ഈ കുട്ടിനെ ശത്രുക്കളെ നാട്ടിലേക്ക് എത്തിയപ്പോ ശത്രുക്കള് ഈ കുട്ടിനെയും പിടിച്ച് അറസ്റ്റ് ചെയ്തു. ഒരു മനുഷ്യൻ ഒരു കാഫിറത്തായ പെണ്ണിനെ മംഗലം കഴിച്ചു. അതിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് വലുതായി. കുട്ടിന്റെ ബാപ്പ കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഒരു നാട്ടിലേക്ക് യാത്ര പോയപ്പോൾ നാട്ടുകാർ ആ കുഞ്ഞിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. പെണ്ണ് കാഫിറത്താണ്, ഭർത്താവ് മുസ്ലിമാണ്, അതിലൂടെ ജനിച്ച കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ്. ഈ ഉമ്മ എന്താക്കും? ഉമ്മ എപ്പോഴും ദിമ്മിയത്തായ പെണ്ണാണ്. ആ പെണ്ണിനെ എപ്പോഴും അവരെ ആരാധനാലയമാകുന്ന ദേവാലയത്തിലേക്ക് പോകുന്നു. ഓരോ ആരാധനാലയത്തിലേക്ക് പെണ്ണ് പോകുന്നു. പോയിട്ട് കുട്ടിന്റെ കാര്യം ഇങ്ങനെ പറയുന്നു. ഇല്ല, അങ്ങനെ കുട്ടീനെ കാര്യം പറയുന്ന കുട്ടീനെ അറസ്റ്റായിട്ടുണ്ട്. ഒരു പരിഹാരം കിട്ടുന്നില്ല. ഒരു ദിവസം ഈ കാഫിറത്തായ പെണ്ണ് തന്റെ ഭർത്താവിനോട് പറഞ്ഞു, എന്നാൽ നമ്മളൊരു പണിയെടുക്കാം. നമ്മളെ കുഞ്ഞല്ലേ ഇപ്പൊ അറസ്റ്റായിട്ടുള്ളത്, മോനല്ലേ അറസ്റ്റായിട്ടുള്ളത്, ഒരു പരിഹാരം കിട്ടുന്നില്ലല്ലോ. നമ്മളെ നാട്ടില് ഒരു നബി സൗമ്മ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടി. നമ്മൾ ആടത്തേക്ക് ഒന്ന് പോയെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോ കുബൂൽക്കൊന്ന് പോയെങ്കിൽ എന്തേന്ന് അങ്ങനെ ഈ പെണ്ണ് ദിമ്മിയത്തായ കാഫിറത്തായ പെണ്ണ് പറയാണ് ആരോട്? ഭർത്താവിനോട്. എന്താ? ബലഗനി അന്ന ബൈനാദൂരിക്കും ഇംറാത്തുൻ, നമ്മളെ നാട്ടിലൊരു പെണ്ണുണ്ടല്ലോ, യുഖാലുനാ നഫീസ, പെണ്ണിന്റെ പേര് നഫീസ എന്നാണോ? അത് ബിത്ത് ഹസനുൽ അൻവർ എന്ന് പറയുന്ന വലിയൊരു തങ്ങളെ മോളാല. നമുക്ക് അവിടെ പോയിട്ട് ആ ഉമ്മാനോട് നമ്മളെ കുട്ടീന്റെ കാര്യം പറയാ. കുട്ടിന്റെ കാര്യം പറയാ. ആ കുട്ടിന്റെ കാര്യം രക്ഷപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ ഉമ്മാനെ കൊണ്ട് വിശ്വസിക്കാം. ആ കുട്ടീനെ കൊണ്ട് നമുക്ക് കുട്ടി രക്ഷപ്പെട്ടാൽ നമുക്ക് ആ ഉമ്മാനെ കൊണ്ട് വിശ്വസിക്കാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പുതിയ പ്ലേറ്റ് വന്നിട്ട് പെണ്ണ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കിട്ടിയ ഓളും വന്നിന് വാങ്ങായി. അങ്ങനെ സുഹൃത്തുക്കളെ നോക്കു നിങ്ങൾ, ഈ പെണ്ണ് അതാ നഫീസത്തുൽ മിസ്രിയാന്റെ മുമ്പിലേക്ക് കേസ് പറയാൻ വേണ്ടി പോകുന്നു. ഇന്നലെ തുടങ്ങിയ കാര്യം തീരാനായി. ഇത് പാതി നിനക്കൊന്നും ഇപ്പൊ തിരിയല. ഇപ്പൊ എന്തും അറിയാല. ഈടെ റമദാൻ 1 തുടങ്ങിയ ക്ലാസ് 27ഓളം. ഇയാള് ആദൂർന്ന് വന്നത് നഫീസത്തുൽ മിസ്രിയാന്റെ ചരിത്രം കേൾക്കാന്. അപ്പൊ നോക്കി നിങ്ങൾ, അങ്ങനെ ഈ ഭർത്താവാകുന്ന മനുഷ്യൻ നഫീസത്തുൽ മിസ്രി ആരാധിക്കുന്ന ഇബാദത്ത് മുറിയിലേക്ക് പോയിട്ട് ഉമ്മയോട് കേസ് പറഞ്ഞു. ഉമ്മ, എന്റെ ഒരു മകനെ കാണുന്ന മകൻ പ്രശ്നത്തിലാണ്, ജയിലറയിലാണ്, പ്രശ്നത്തിലാണ്. അപ്പോഴാണ് ഉമ്മ അവിടുന്ന് ദുആ ചെയ്യുന്നു. നഫീസത്തുൽ മിസ്രിയ ദുആ ചെയ്യുന്നു, ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന ദുആ. ഫലമ്മാ കാനൽ ലൈലു, രാത്രിയായപ്പോൾ ഹിദൽ ബാബു യുത്റഖു, രാത്രി ഇങ്ങനെ ഈ കാഫിറത്തായ പെണ്ണും ഭർത്താവും താമസിക്കുമ്പോ രാത്രി മറ്റൊരാൾ ഡോർ മുട്ടുന്നു. ഇങ്ങനെ ഡോറ് മുട്ടാൻ നഫീസത്തുൽ മിസ്രിയ ദുആയിരുന്നതാണ്. രാത്രി ഡോറ് മുട്ടുകയാണ്. ഫഖാമത്തിൽ മർഅതു, പെണ്ണ് എഴുന്നേറ്റു. ഫഫതഹത്തിൽ ബാബ, ഡോറ് തുറന്നു. ഫൈദാ ബി വലദിഹാ ഖദ്, നോക്കിടാവ് വന്നിട്ടുണ്ട്, മോന് വന്നിട്ടുണ്ട്, ഡോറിന്റെ പുറത്തുണ്ട് വന്നിട്ട്.
ഡോറ് മുട്ടിയാണ്. പുറത്തു നോക്കുമ്പോ കിടാവ് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എത്രയുണ്ട് സംഭവങ്ങള്. സുബ്ഹാനല്ലാഹ്. ഫഖാലത്ത് ലഹു, അപ്പൊ ഈ ഉമ്മ കുട്ടിയോട് ചോദിച്ചു, കൈഫ കാന അംറുക്ക്, അല്ല നിന്റെ കാര്യം എന്താണ്, എന്താ സംഭവം എന്താണ്, എങ്ങനെ ഈ വന്നേന്ന് വെച്ച്. ഖാല ലം അശ്ഉർ, എനിക്കൊന്നും അറിയില്ല ഉമ്മ, ഒന്നും അറിയില്ല. ഇല്ല. പിന്നെയോ, ഒരു കൈ വന്നിട്ട് വഖഅത്ത് അലൽ ഖൈദി, എന്നെ ചങ്ങലയിൽ ജയിലിൽ കെട്ടിട്ടിരുന്നു. ഒരു കൈ വന്നിട്ട് ആ ചങ്ങല ഇളക്കി. ഒരു കൈ വന്നിട്ട് ആ ചങ്ങലിനെ അയച്ചിട്ട് വിട്ടു. വസമീതു ഖായിലൻ യഖൂലു, ഞാനൊരു ശബ്ദവും കേട്ടു. എന്ത്? ഇത്ലഖൂഹു, ആ കുട്ടിനെ വിട്. ഖദ് സഫഅത ഫീ നഫീസത്തുൽ മിസ്രിയ, ആ കുട്ടിക്ക് വേണ്ടി നഫീസത്തുൽ മിസ്രിയ ശുപാർശ തേടിയിട്ടുണ്ട്, കുട്ടിനെ വിട് എന്നൊരു ശബ്ദവും കേട്ടിട്ടുണ്ട്. ഒരു കൈ വന്നിട്ട് ചങ്ങലനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്ര എനിക്കറിയും, വേറൊന്നും അറിയില്ല. സുബ്ഹാനല്ലാഹ്. ഫമാ ശഅറത് ഹത്താ വഖഫ്തു അലൽ ഹാദൽ ബാബി, എനിക്ക് വേറൊന്നും അറിയില്ല. ഞാൻ നോക്കുമ്പോ ഈ ഡോറിന്റെ അടുത്ത് ഞാൻ നിന്നിട്ട് കാണുന്നുണ്ട്. ഈ കുട്ടി പറയാ, ഞാൻ ഈ ഡോറിന്റെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ട്, എനിക്ക് വേറൊന്നും എനിക്കറിയില്ല. സുബ്ഹാനല്ലാഹ്. ഫഅസ്ലമത്തിൽ മർഅതു, ആദ്മിയതായ കാഫിറതായ പെണ്ണ് ഇസ്ലാം മതം സ്വീകരിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം മതം സ്വീകരിക്കുന്നു. ഫാസിലമത്ത്, ആ യഹൂദിയത്തായ പെണ്ണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അവൻ നിങ്ങൾ നോക്ക്, ഒരു കുട്ടിന്റെ കാര്യം നഫീസത്തുൽ മിസ്രിയോട് പറയാണ്. ആ കുട്ടിന്റെ കാര്യം പറഞ്ഞ നഫീസത്തുൽ മിസ്രിയ ദുആ ചെയ്യാണ്. രാത്രി വന്ന് കുട്ടി ഇങ്ങനെ ഡോറ് മുട്ടുകയാണ്. ഉമ്മ വാതിൽ തുറന്നു നോക്കുമ്പോ കുട്ടീനെ പുറത്ത് കാണുന്നുണ്ട്. എന്താ മോനെ സംഭവം? ഒന്നും എനിക്കറിയില്ല. കെട്ടിയിട്ട ചങ്ങലയിൽ ഒരു കൈ വന്നിട്ട് ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. ഒരു വിളിയും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കുട്ടിന്റെ വിഷയത്തില് നഫീസത്തുൽ മിസ്രിയ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ നോക്കുമ്പോ ഡോറിന്റെ വാതിക്കൽ നിൽക്കുന്നത് കാണുന്നുണ്ട്. എനിക്ക് വേറൊന്നും അറിയില്ല. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണ് അപ്പൊ തന്നെ നഫീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ വെച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നു. ഇങ്ങനെ ലോകത്ത് എത്രയുണ്ട് സംഭവങ്ങള്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ഒരു സഹാബി, ആരാ? ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഇ എന്ന സഹാബിന്റെ പേര്. ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഇ വലിയ പ്രഗൽഭനായ സഹാബിയാണ്. ഒരു ദിവസം തന്റെ കുട്ടിനെ കാണാണ്ടായി. ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഇ തങ്ങൾ നേരെ പോയി ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് പോയിട്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബി എന്റെ മോനെ കാണുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബേജാറാകണ്ട, നീ പുരയിലേക്ക് പോയിക്കോ, നിന്റെ ഭാര്യനെയും കൂട്ടിക്കോ, രാത്രി ഉറക്കം വരുന്നത് വരെ ചൊല്ലിക്കോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം, ഉറക്കം വരുന്നത് വരെ ചൊല്ലിക്കോ. അങ്ങനെ ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഇയും തന്റെ ഭാര്യയും അരാ വീട്ടിലേക്ക് പോയിട്ട് ശുദ്ധിയോടുകൂടെ രാത്രി ഈ ദിക്റങ്ങ് ചൊല്ലി കടന്നു. രാത്രിയാകുമ്പോൾ ഡോറ് മുട്ടുന്നു. എഴുന്നേറ്റ് നോക്കുമ്പോ മകൻ പുറത്തു നിൽക്കുന്നത് കാണുന്നു. ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഇ മോനെ കെട്ടിപ്പിടിക്കുന്നു. ചോദിക്കുന്നു, മോനെ എന്താ സംഭവോ? അപ്പോഴാണ് പറയുന്നത്, ബാപ്പാ, ഞാൻ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോ ശത്രുക്കൾ എന്നെ തട്ടിക്കൊണ്ടുപോയതാണ്. ശത്രുക്കൾ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ കാണുന്ന പർവ്വതത്തിന്റെ അപ്പുറത്ത് അവരാട് മേയ്ക്കുന്ന സ്ഥലമുണ്ട്, അവിടെ എന്നെ ആട് മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയി വിട്ടതാണ്. അങ്ങനെ അവര് പകല് മുഴുവനും കള്ളുകുടിയന്മാരാണ്, രാത്രി വല്ലാത്ത മസ്താമാരാണ്. എന്നെ ശരിക്കും അടിച്ചിരുന്നു. പക്ഷേ എന്തെന്നറിയില്ല, ഇപ്പോൾ ഒരു കാറ്റ് വന്നു. ആ കാറ്റോടുകൂടെ അവരെല്ലാം ബോധം കെട്ടു വീണു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നതാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഇക്ക് സംഭവിച്ച കഥയാണ്. അതേപോലത്തെ കഥയാണ് നഫീസത്തുൽ മിസ്രിയെ ഇടപെട്ട, അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കുഞ്ഞ്, ചങ്ങലയിൽ കെട്ടിടപ്പെട്ട ഒരു കുഞ്ഞ് നഫീസത്തുൽ മിസ്രിയാന്റെ കാരണം കൊണ്ട് അതാ രക്ഷപ്പെടുന്നു. രാത്രി വന്ന് ഡോറ് മുട്ടുന്നു. ആ മഹദിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ.
ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നഫീസത്തുൽ മിസ്രിയാന്റെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കണ്ടില്ലേ, നൈൽ നദിയുണ്ട്. നൈൽ നദി എന്ന് പറയുന്ന വലിയ നദിയുണ്ട്. ആ നദിയോ വല്ലാത്തൊരു നദി തന്നെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്തില് നൈൽ നദിയിലേക്ക് എല്ലാ കൊല്ലത്തിലും വർഷത്തിന് വർഷം നല്ല സുന്ദരിയായ ഒരു 17 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ കൊന്നിട്ട് നൈൽ നദിയിലേക്ക് ഇടണം കൊല്ലത്തിലൊരു പ്രാവശ്യം. ഇട്ടില്ലെങ്കിലോ, കൊല്ലത്തിലൊരു പ്രാവശ്യം അങ്ങനെ ചെയ്തില്ലെങ്കിലോ നൈൽ നദി വെള്ളം ഒഴുകൂല, അവിടെ കെട്ടി നിൽക്കും. കെട്ടി നിന്ന നാടായ നാട് മുഴുവനും വെള്ളത്തിലങ്ങ് മുങ്ങിപ്പോകും. ഇത് ഉമർ ഖത്താബിന്റെ കാലത്താ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലാണ്. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ശ്രദ്ധിക്കണം. അങ്ങനെ ഉമർ ഖത്താബിന്റെ കാലത്ത്, ആ കാലഘട്ടത്ത് അതിന് മുമ്പ് തന്നെ നൈൽ നദി കൊല്ലത്തിലൊരു പ്രാവശ്യം കെട്ടി നിൽക്കും, നാടായ നാടാകെ മുങ്ങും. ആ നൈൽ നദി ഒഴുകണമെങ്കിൽ ഒരു 17കാരിയായ പെണ്ണിനെ കൊന്നിട്ട് കൊണ്ടുപോയിട്ട് നദിയിലേക്ക് ഇടണം. അങ്ങനെ ഇട്ടാൽ നദി ഒലിക്കും, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജനങ്ങൾ വന്ന് പരാതി പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, ഇങ്ങനെ നൈൽ നദിക്ക് ഒരു കേസുണ്ട്. നൈൽ നദിക്ക് ഒരു കേസുണ്ട്. എന്താ? ഒരു പെൺകുട്ടിയെ കൊന്നിട്ട് വെള്ളത്തിലിട്ടാലേ വെള്ളം ഒലിക്കുള്ളൂ, അല്ലെങ്കിൽ ഒലിക്കൂല. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നൈൽ നദിയോട് പോയിട്ട് പറയണോ? എന്ത്? ഓ നൈൽ നദി, നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിൽ ചലിക്കുകയാണെങ്കിൽ ഇടനിക്ക് ചലിക്കണ്ട. അള്ളാന്റെ ഓർഡർ പ്രകാരമാണ് ചലിക്കുന്നെങ്കിൽ ഉമർ ഖത്താബ് പറഞ്ഞിട്ടുണ്ട് ചലിക്കണോരോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് കേട്ടപ്പോ ആ നാട്ടുകാര് പോയിട്ട് ഉമർ ഖത്താബിന്റെ കാലത്ത് നൈൽ നദിയോട് പറഞ്ഞിട്ടുണ്ട്. ഉമർ പറഞ്ഞു ചലിക്കണോലോ. അന്ന് നൈൽ നദി ഒലിക്കാൻ തുടങ്ങി. അങ്ങനെ സംഭവം ഇമാമിങ്ങളെ എഴുതി വെച്ചത് കാണാം. പിന്നീട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ കാലത്ത് ഇന്നന്നൈല തവഖഫ, നൈൽ നദി സ്റ്റോപ്പായി പോയി, വെള്ളം ഒലിക്കുന്നില്ല. നഫീസത്തുൽ മിസ്രിയാന്റെ കാലത്ത് നൈൽ നദി സ്റ്റോപ്പായി, വെള്ളം ഒലിക്കുന്നില്ല. അങ്ങനെ ഫളജ്ജന്നാസു, ജനങ്ങളെല്ലാം വെപ്രാളത്തിലായി. എന്തു ചെയ്യാൻ? ഒലിക്കുന്നില്ല, വെള്ളം ഒലിക്കുന്നില്ല. ആകെ വെപ്രാളത്തിലായി. നാട്ടുകാര് നഫീസത്തുൽ മിസ്രിയാന്റെ അടുത്തേക്ക് പോയി. പണ്ട് ഉമർ ഖത്താബിന്റെ അടുത്തേക്ക് പോയതുപോലെ നഫീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞ്, നൈൽ നദി ഒലിക്കുന്നില്ല ഉമ്മ, അവിടെ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. മഹദി എന്താ ചെയ്തെന്നറിയോ? നഫീസത്തുൽ മിസ്രിയ ധരിക്കുന്ന മുഖമക്കൻ ഉണ്ടല്ലോ, മുഖമക്കൻ എടുത്ത് ഓരോ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വക്കാലത്ത് ഇത്ര കൊണ്ടിട്ട് അപ്പളത്തിലേക്ക് ഇടുന്ന പറഞ്ഞു. എങ്ങനെ? നഫീസത്തുൽ മിസ്രിയ ധരിച്ചിരുന്ന മുഖമക്കനയെ വന്നവരെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് നെല്ലതിലേക്ക് ഇടുക പറഞ്ഞു. അവര് കൊണ്ടുപോയി കെട്ടി നിൽക്കുന്ന നൈൽ നദിയിലേക്ക് നഫീസത്തുൽ മിസ്രിയാന്റെ മുഖമക്കനെ കൊണ്ടുപോയി ഇട്ടപ്പോ വെള്ളം ഒലിക്കാൻ തുടങ്ങി. പിന്നീട് നൈൽ നദി കെട്ടി നിന്നിട്ടില്ല. നൈൽ നദി പിന്നീട് നിന്നിട്ടില്ല. നൈൽ നദി അങ്ങ് ഒലിക്കാൻ തുടങ്ങി. ഉമർ ഖത്താബിന്റെ കാലത്ത് ഒരു സംഭവം ഞാൻ വേറെ പറഞ്ഞു. അന്നൊരു കുട്ടീനെ കൊന്നിടണം. പക്ഷെ ഉമർ ഖത്താബിന്റെ ഓർഡർ പ്രകാരം ഒലിക്കാൻ തുടങ്ങി. നഫീസത്തുൽ മിസ്രിയ പിന്നീട് കൊല്ലങ്ങൾക്ക് ശേഷം 150 കൊല്ലം കഴിഞ്ഞിട്ട് ആ സംഭവങ്ങൾ ആരാ കെട്ടിയങ്ങ് നിന്നപ്പോ മുഖമക്കനെ കൊണ്ടുപോയി നൈൽ നദിയിലേക്ക് അങ്ങ് ഇട്ടപ്പോ വെള്ളം ഒലിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അതെ, അങ്ങനെ നഫീസത്തുൽ മിസ്രിയാന്റെ കഥ എത്രയാണ് പറയാനുള്ളത്. ഇന്ന അമ്മതഹ ജൗഹറ ഖറജത് ലൈലതൻ ദാത മതരിൻ കതീരിൻ ലിതഅതിയാ ബിമാഇൽ വുളൂഇ ഫഖാലത് മാഉൽ ബതരി ഫലം യബ്തല്ല ഖദമുഹാ. നഫീസത്തുൽ മിസ്രിയക്ക് ഖിദ്മത്ത് എടുക്കുന്ന ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. ജൗഹറ എന്ന പേര്, ജൗഹറ എന്നാണ് പേര്. ഖറജത് ലൈലതൻ ദാത മതരിൻ കതീരിൻ ലിതഅതിയാ ബിമാഇൽ വുളൂഇ, ഉമ്മാക്ക് ഓതു കൊടുക്കുന്ന വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആരാ വെള്ളത്തിന് വേണ്ടി പുറത്തേക്ക് പോയി. ആരാ? ഈ അമത്തായ പെണ്ണ്, നഫീസത്തുൽ മിസ്രിയാന്റെ വെള്ളാട്ടി പെണ്ണ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു ഓതു കൊടുക്കാൻ.
വെള്ളം കൊണ്ടുവരാൻ കുറച്ച് ദൂരത്തേക്ക് പോകണം. വരുമ്പോ നല്ല മഴ. മഴ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത മഴ. വെള്ളം ഇങ്ങനെ ഒലിക്കുന്നു. ആ ഒലിക്കുന്ന വെള്ളത്തിലൂടെ നഫീസത്തുൽ മിസ്രിയാന്റെ ഖിദ്മത്തെടുക്കുന്ന പെണ്ണ് ഉമ്മാക്ക് വെള്ളമായിട്ട് ഇങ്ങോട്ട് വരുന്നു. വെള്ളം ഇങ്ങനെ ഒലിച്ച് പോവാണ് അങ്ങോട്ട്. ആ ഒലിച്ചു പോകുന്ന വെള്ളത്തിന് പെണ്ണിങ്ങോട്ട് വരുന്നുണ്ട്. ഫലം യബ്തല്ല ഖദമുഹ, ഈ പെണ്ണിന്റെ കാല് പോലും നനഞ്ഞിട്ടില്ല. ഈ മഴയിൽ ഒലിക്കുന്ന വെള്ളത്തിലൂടെ കടന്നു വരുന്ന നഫീസത്തുൽ മിസ്രിയാക്ക് ഒതു കൊടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരുന്ന ഈ പെണ്ണിന്റെ കാല് പോലും നനഞ്ഞിട്ടില്ല. ഒലിച്ചു പോകുന്ന വെള്ളത്തിലാ വരുന്നത്, കാല് പോലും നനഞ്ഞിട്ടില്ല. എന്തേ കാരണോ? നഫീസത്തുൽ മിസ്രിയാന്റെ ഖാദിമത്താണ്. ആ ഉമ്മാനെ ഖിദ്മത്തെടുക്കുന്ന പെണ്ണാണ്. വെള്ളത്തിൽ ഒഴുകിപ്പോകേണ്ട പെണ്ണാണ്. ആ നിലക്ക് വെള്ളം കുത്തി ഒലിക്കുകയാണ്. പക്ഷെ കാൽപാദം പോലും നനയാതെ അതാ വെള്ളവുമായിട്ട് നഫീസത്തുൽ മിസ്രിയാന്റെ മുമ്പിലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞാലുണ്ടോ തീർക്കാൻ കഴിയുന്നു? ഇനി നോക്ക് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇനി പറയാൻ വേണ്ടി പോകുന്ന കറാമത്ത് അവിടെ നിർത്തി. ഇനി നഫീസത്തുൽ മിസ്രിയയും ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ബന്ധമാ പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇന്നലെ വിഷയം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നഫീസത്തുൽ മിസ്രിയ ഹിജ്റ 193 മിസ്റിലേക്ക് ചെല്ലുന്നത്. ഹിജ്റ 193 മിസ്റിലേക്ക് ചെല്ലുന്നത്. അതിന്റെ ശേഷം 5 കൊല്ലം കഴിഞ്ഞിട്ടാ ഷാഫി ഇമാം വരുന്നത്. 208 നഫീസത്തുൽ മിസ്രിയ വഫാത്താകുന്നത്. 205 ബഹുമാനപ്പെട്ട ഷാഫി ഇമാം വഫാത്താകുന്നത്. ഷാഫി ഇമാം വഫാത്താകുന്നത് 205 ഹിജ്റ 205 എവിടെ? മിസ്റില്. നഫീസത്തുൽ മിസ്രിയ വഫാത്താകുന്നതോ 208 നഫീസത്തുൽ മിസ്രിയ മദീനയിൽ നിന്ന് മിസ്റിലേക്ക് വരുന്നത് ഹിജ്റ 193 ഒക്കെ ഞാൻ പറഞ്ഞു. 193 ശേഷമാണ് ഷാഫി ഇമാം വരുന്നത്. അങ്ങനെ ഷാഫി ഇമാം വലമ്മാ ദഖലൽ ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം മിസ്റിലേക്ക് വന്നപ്പോൾ കാന യതറദ്ദദു ഇലൈഹാ, നഫീസത്തുൽ മിസ്രിയാനെ കാണാൻ വേണ്ടി ഷാഫി ഇമാം ഇടക്കിടക്കിടക്കിടക്ക് ഇങ്ങനെ പോകും. ആരാ? ഒരു മഹദിനെ കാണാൻ. ആരി പോന്നെ? ഷാഫി ഇമാം. ഷാഫി ഇമാം ആരാ? യാ റബ്ബ്, ലോകം മുഴുവനും ഇൽമു കൊണ്ട് നിറക്കപ്പെട്ട ഇൽമിന്റെ കേന്ദ്രമായ ഷാഫി ഇമാം മഹദിയായ നഫീസത്തുൽ മിസ്രിയാനെ കാണാൻ വേണ്ടി പോകുന്നു. വകാന യുസല്ലി ബിഹി തറാവിയ ഫി മസ്ജിദിഹാ ഫി റമദാന, ഷാഫി ഇമാം നഫീസത്തുൽ മിസ്രിയാന്റെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഷാഫി ഇമാം നഫീസത്തുൽ മിസ്രിയാക്ക് 20 റക്അത്ത് തറാവി നിസ്കരിച്ചു കൊടുക്കുന്നു. റമദാൻ വന്നാൽ ഷാഫി ഇമാം നഫീസത്തുൽ മിസ്രിയാൻ അങ്ങോട്ട് പോകും. നഫീസത്തുൽ മിസ്രിയ നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് ഇമാമായി ഷാഫി ഇമാം തറാവി നിസ്കരിക്കും. നഫീസത്തുൽ മിസ്രിയ ബാക്കിന് മമ്മൂമത്തായിട്ട് നിസ്കരിക്കും. അങ്ങോട്ട് പോയിട്ട് നിസ്കരിച്ചു കൊടുത്ത ആളാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം ഇങ്ങനെയൊക്കെ ബഹുമാനിക്കണമെങ്കിൽ ആരായിരിക്കും നഫീസത്തുൽ മിസ്രിയ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ യാ റബ്ബ് യാ അല്ലാഹ് വകാന യഅതി ഇലൈഹാ, ഇടക്കിടക്ക് ഷാഫി ഇമാം നഫീസത്തുൽ മിസ്രിയാന്റെ വീട്ടിലേക്ക് പോകും. വയസ്അലുഹാ ദുആ, ദ്വാരക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ഉമ്മ ദ്വാരക്കണം 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 എന്ന് പറയും. മാത്രമല്ല നഫീസത്തുൽ മിസ്രിയാന്റെ പക്കൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ഹദീസ് പഠിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ നടക്കുന്ന ദർസിൽ പോയിട്ട് ഇരുന്നിട്ട് നഫീസത്തുൽ മിസ്രിയ ഹദീസ് പഠിച്ച ഉമ്മയാണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നഫീസത്തുൽ മിസ്രിയയിൽ നിന്നിട്ട് ഷാഫി ഇമാം ഹദീസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഷാഫി ഇമാം വകാന ശാഫിഈ റളിയല്ലാഹു അൻഹു, മഹാനായ ഷാഫി ഇമാം ഇദാ മരിള, രോഗം പിടിപ്പെട്ടാൽ യുർസിലു ഇലൈഹാ ഇൻസാനം മിൻ അസ്ഹാബിഹി, അവിടുത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ആരെങ്കിലും നഫീസത്തുൽ മിസ്രിയാന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. ഷാഫി ഇമാം ഇടക്കിടക്ക് രോഗം പിടിച്ചാല്, പനി പിടിച്ചാല്, അല്ലെങ്കിൽ രോഗം പിടിച്ചാല് അങ്ങോട്ട് പറഞ്ഞേക്കും. ഇങ്ങോട്ട് പറഞ്ഞയക്കും. നഫീസത്തുൽ മിസ്രിയാനത്ത് ആളെ പറഞ്ഞയക്കും. ഈ പോയാള് നഫീസത്തുൽ മിസ്രിയാനോട് പറയും, ഉമ്മ, ഓ ഉമ്മ, ഷാഫി ഇമാം രോഗിയാണ്. വയസ്അലുക ദുആ, ഷാഫി ഇമാം ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഫതദഉ ലഹു, നഫീസത്തുൽ മിസ്രിയ ഷാഫി ഇമാമിന് ദുആർക്കും, രോഗം മാറും. ഷാഫി ഇമാം സുഖമില്ലാണ്ടായാൽ ആരെങ്കിലും പറഞ്ഞേക്കും ഉമ്മാന്റെ അടുത്തേക്ക്. ഇപ്പൊ ഒരു ഉമ്മാനോട്, ഉമ്മ ഷാഫി ഇമാം അസുഖത്തിലാണ് എന്ന് പറയും.
ഉമ്മ ദ്വാരക്കും, ആ രോഗം മാറും. അങ്ങനെ ഫലാ യർജു ലഹുൽ ഖാസിദു ഇല്ലാ വഖദ് ഉഫിയ മിൻ മറദിഹി, ആ പോയാൾ തിരിച്ചു വരുമ്പോ ഷാഫി ഇമാമിന്റെ രോഗം മാറിയിട്ടുണ്ടാകും. അത്രയും ഫാസ്റ്റാണ്. ഫലമ്മാ മരിദ മറദുഹു അല്ലദീ മാത ഫീഹി, അങ്ങനെ ഷാഫി ഇമാം വഫാത്തായ അവസാനത്തെ രോഗമുണ്ടല്ലോ, ആ രോഗം വന്നപ്പോഴും ആളെ പറഞ്ഞയച്ചു മഹദിന്റെ അടുത്തേക്ക്. ഷാഫി ഇമാമിന് സുഖമില്ല, ദ്വാരക്കും. ലാസ്റ്റത്തെ ഷാഫി ഇമാം വഫാത്തായ ആ രോഗത്തിലും പറഞ്ഞയച്ചു നഫീസത്തുൽ മിസ്രിയാന്റെ അടുത്തേക്ക് ദ്വാരക്കാൻ വേണ്ടി. എപ്പോഴും രോഗം മാറാൻ വേണ്ടി ദ്വാരക്കുന്ന നഫീസത്തുൽ മിസ്രിയ, ഷാഫി ഇമാം മരണപ്പെടുന്ന ആ രോഗം വന്നപ്പോൾ ആളെ പറഞ്ഞയച്ചപ്പോ മഹദി പറഞ്ഞ വാക്കെന്തറിയോ? മത്തഅഹുല്ലാഹു ബിന്നദരി ഇലാ വജ്ഹിൽ കരീം, അല്ലാഹു തആല അവന്റെ മുഖം കാണാനുള്ള അവസരം നൽകട്ടെ ഷാഫി ഇമാമിനിക്ക് എന്ന് പറഞ്ഞു. അള്ളാഹിനെ കാണാനുള്ള അവസരം നൽകട്ടെ എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, മരണം മുൻകൂട്ടി നഫീസത്തുൽ മിസ്രിയ അറിഞ്ഞു. എപ്പോഴും രോഗശമനത്തിന് വേണ്ടി ദ്വാരക്കുന്ന ഉമ്മ അവസാനത്തെ ഷാഫി ഇമാമിന്റെ രോഗത്തിന് ആളെ പറഞ്ഞയച്ചപ്പോൾ ദ്വാരക്കുന്നത് അള്ളാഹിനെ കാണാൻ അവസരം കൊടുക്കട്ടെ എന്ന്. അങ്ങനെ പോയാള് മടങ്ങി വന്നു. ഷാഫി ഇമാമിനെ കണ്ടു. ഫഖാല, ഷാഫി ഇമാം ചോദിച്ചു, മാതാ കാലത്തിലേക്ക് എന്ത് പറഞ്ഞെന്ന് വെച്ചു ഉമ്മ. എപ്പോഴും രോഗത്തിന് എന്ത് പറഞ്ഞു? കാലത്തിന് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഇങ്ങനെ പറഞ്ഞു എന്നാണ്. എന്താ പറഞ്ഞത്? അള്ളാഹിനെ കാണാൻ അവസരം തരട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ഫഅലിമ അന്നഹു മയ്യിത്തുൻ, ഉറപ്പിച്ച്, ഞാൻ മരിക്കുന്നു എന്ന് ഉറപ്പിച്ച്. എനിക്ക് ജീവിതമില്ല എന്ന് ഉറപ്പിച്ച്, ഞാൻ മരിക്കുന്നു. ഇനി കേട്ടോളൂ ഉമ്മമാരെ, അങ്ങനെ ഷാഫി ഇമാം മരിക്കാൻ വേണ്ടി ഉറപ്പിച്ചു. ഷാഫി ഇമാം പല കാര്യങ്ങളും വസിയത്ത് പറഞ്ഞു. ആ വസിയത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എനിക്ക് നഫീസത്തുൽ മിസ്രിയ മയ്യത്ത് നിസ്കരിക്കണോ? ഞാൻ മരിച്ചാൽ എനിക്ക് നഫീസത്തുൽ മിസ്രിയ മയ്യത്ത് നിസ്കരിക്കണം. ഷാഫി ഇമാമിന്റെ വസിയത്താണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, എപ്പോഴും ഷാഫി ഇമാം ദുആ ചെയ്യിപ്പിക്കുന്ന ആളാണ്. ഇനി ഷാഫി ഇമാമും നമ്മുടെ നഫീസത്തുൽ മിസ്രിയും തമ്മിൽ ബന്ധമുണ്ട്. എന്താ? ഷാഫി ഇമാം നഫീസത്തുൽ മിസ്രിയാന്റെ അളപ്പന്റെ മോനാകുന്നുണ്ട് കുടുംബത്തിൽ. നഫീസത്തുൽ മിസ്രിയയും ഷാഫി ഇമാമും തമ്മിൽ നഫീസത്തുൽ മിസ്രിയാന്റെ അമ്മിന്റെ അളാപ്പന്റെ മോനായി വരുന്ന ഷാഫി ഇമാം. കാരണം രണ്ടും തങ്ങന്മാരാണല്ലോ. ഷാഫി ഇമാമും സയ്യിദാണ്, ബീബിയും സയ്യിദത്താണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ പരമ്പര അളാപ്പന്റെ മക്കളാകുന്നുണ്ട്. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി വസിയത്താക്കി. ഫലമാ തുവഫിയ, അങ്ങനെ ഷാഫി ഇമാം 205 വഫാത്താകുന്നു. ഷാഫി ഇമാം വഫാത്തായപ്പോൾ അങ്ങനെ ഷാഫി ഇമാമിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അതേ മഹാന്മാര് പറഞ്ഞു, ഷാഫി ഇമാമിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ നഫീസത്തുൽ മിസ്രിയാന്റെ വീട്ടിന്റെ അരികിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. പള്ളിയിലേക്ക് കൊണ്ടുപോകുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് നഫീസ ഉമ്മാന്റെ വീട്ടിന്റെ അരികെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. നഫീസത്തുൽ മിസ്രിയാന്റെ വീട്ടിന്റെ അടുത്തേക്ക് എത്തിയപ്പോ ജനാസ അവിടെ വെച്ചു. ഫസല്ലത്ത് അലൈഹി മഅ്മൂമാ, ഷാഫി ഇമാമിന്റെ മയ്യത്തിലേക്ക് നഫീസത്തുൽ മിസ്രിയ മഅ്മൂമത്തായി നിസ്കരിച്ചു. ഇമാമായിട്ടല്ല. പെണ്ണിമാമത്ത് വെക്കാൻ പറ്റൂല. പെണ്ണിമാമത്ത് വെക്കാൻ പറ്റൂല. മഅ്മൂമത്തായി നിസ്കരിച്ചു. അപ്പൊ ഇമാമിൽ നിന്നത് ആരാണ്? യഅഖൂബുൽ ബുവൈത്തി എന്ന് പറയുന്ന ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രഗൽഭനായ ശിഷ്യനാണ് യഅഖൂബുൽ ബുവൈത്തി എന്ന് പറയുന്ന മഹാൻ. ആ മഹാൻ ഇമാമു നിന്നു. ആ ഇമാമിന്റെ ബാക്കില് മഅ്മൂമത്തായിട്ട് നഫീസത്തുൽ മിസ്രിയ നിസ്കരിച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ ഇടയ്ക്ക് വെച്ച് പറയട്ടെ. ഇപ്പൊ കാണാം, നമ്മുടെ നാട്ടിൽ ആരും വെച്ചാലും പെണ്ണുങ്ങൾ നിസ്കരിക്കുന്ന ബാധ്യത ഉണ്ടായിട്ടില്ല. ഇപ്പൊ ചില പേരിലൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്ന പെണ്ണുങ്ങ പല്ലിൽ നിസ്കരിക്കുന്നത്. അങ്ങനെ ഒരു പല്ലിൽ നിസ്കരിച്ച് പെണ്ണുങ്ങ. അപ്പൊ ഞങ്ങളുടെ എന്ത് നിസ്കാരം?
അത് മയ്യത്ത് നിസ്കാരം. ആര്? പെണ്ണുങ്ങ. എന്താ പെണ്ണുങ്ങ നിസ്കരിച്ച? അത് നഫീസത്തുൽ മിസ്രിയ ഷാഫി ഇമാമിനിക്ക് നിസ്കരിച്ചിട്ടേന്ന് കേട്ടു. എങ്ങനെ മസല പറയുന്നത്? എന്താ? നഫീസത്തുൽ മിസ്രിയ നിസ്കരിച്ചിട്ടേ ഷാഫി ഇമാമിനിക്ക്. മയ്യത്ത് ഷാഫി ഇമാമാണ്, നിസ്കരിക്കുന്ന ആള് നഫീസത്തുൽ മിസ്രിയാണ്. അങ്ങനത്തെ ആളാണോ നമ്മള്? നിസ്കരിക്കുന്ന മയ്യത്ത് ഷാഫി ഇമാമും അത്ര വലിയ പൗരത്യ മഹാനും, നിസ്കരിക്കുന്ന പെണ്ണ് നഫീസത്തുൽ മിസ്രിയാന്റെ പദവിക്കെത്ത പെണ്ണും ആണോ? എന്നാ ഞാൻ പറയട്ടെ, ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇപ്പൊ തുടങ്ങാണ്ടിരിക്കല. എന്റെ പെണ്ണുങ്ങ അങ്ങനെ പെണ്ണുങ്ങൾ കുറച്ച് കിട്ടിയ പിന്നെ വലുതാക്കും. ഇപ്പൊ എന്നോട് തിരിച്ചു പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പൊ നഫീസത്തുൽ മിസ്രിയ ഷാഫി ഇമാം നിസ്കരിച്ചല്ലേ ഉസ്താദ്, നമ്മളെപ്പോലെ മരിച്ച നിസ്കരിക്കുന്നതിന് എന്തെന്ന് ചോദ്യം വരും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് അത് പറയാം. എന്താണ് പെണ്ണുങ്ങളെ മയ്യിത്ത് നിസ്കാരം? നമ്മുടെ മദ്ഹബ് എന്താ പറയുന്നത്? ഷാഫി മദ്ഹബ് എന്താ പറയുന്നത്? ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, പെണ്ണുങ്ങളുടെ മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങ മയ്യത്തിനിക്ക് നിസ്കരിക്കല്, പെണ്ണായ മയ്യത്തിനിക്ക് നമ്മ നിസ്കരിക്കലല്ല. പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിൽ ഇല്ല. പെണ്ണുങ്ങളെ മയ്യിത്ത് നിസ്കാരം ഇസ്ലാമിൽ ഇല്ല. ഇനി കണ്ടോ മഹാന്മാരെന്താ പറയുന്നത്? ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നു, പുരുഷന്മാരുണ്ടായിരിക്കെ പെണ്ണുങ്ങൾ മയ്യിത്ത് നിസ്കരിക്കല് അത് മയ്യത്തിനെ നിസ്സാരപ്പെടുത്തലാണ്. അത് മയ്യത്തിനെ നിസ്സാരപ്പെടുത്തലാണ്. മയ്യത്തിനെ ബഹുമാനിക്കലല്ല, നിസ്സാരപ്പെടുത്തലാണ്. ഇനി മയ്യത്ത് നിസ്കരിച്ചാലോ അതിനെ മദ്ഹബ് 3 നിലക്ക് വിശദീകരിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 3 നിലക്കാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറയുന്നത്. ഒന്ന് പുരുഷന്മാർ നിസ്കരിക്കുന്നതിനേക്കാളും മുമ്പ് പൊരേല് മയ്യത്ത് കുളിപ്പിച്ചു കൊടുന്ന് കിടത്തിയപ്പോ പുരുഷന്മാരാരും നിസ്കരിച്ചിട്ടേ ഇല്ല. പെണ്ണുങ്ങൾ മാത്രം ആദ്യമായി നിസ്കരിക്കുന്നു പേരന്റെ ഉള്ളിൽ വെച്ചിട്ട്. അത് ഹറാമാണ്. അത് ഹറാമാണ്. അത് പാടില്ലാത്തതാ. എന്തേ? പുരുഷന്മാരുണ്ട് കേട്ടോ, ആരും നിസ്കരിച്ചിട്ടില്ല. മയ്യത്ത് കുളിപ്പിച്ച കൊടന്ന ഉടനെ നിസ്കരിച്ചന്നെ പെണ്ണുങ്ങളാ. ഓരനെ കൈകെട്ടിയ നിസ്കരിച്ചന്നെ, ഒരാണും നിസ്കരിച്ചിട്ടില്ല. എന്നാൽ പുരുഷന്മാരെക്കാൾ മുമ്പ് പെണ്ണുങ്ങൾ ചെയ്ത ഈ പരിപാടി അത് ഹറാമാണ്. ഇനി രണ്ടാമത്തെ കോലം എന്താ? മയ്യത്ത് കൊണ്ടുവന്ന് കടത്തിയപ്പോൾ ആ പുരയിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കുകയാണ്. ഒരു പുരുഷൻ ഇമാമത്ത് നിന്നു. ആ പുരുഷന്റെ ബാക്കില് പെണ്ണുങ്ങൾ മഅ്മൂമത്തായിട്ട് നിന്നു. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഷാഫി ഇമാമിന്റെ മയ്യത്ത് നിസ്കാരത്തിലേക്ക് ഇമാം ബുവൈത്തി തങ്ങൾ ഇമാമായിട്ട് നിന്നു, നഫീസത്തുൽ മിസ്രിയ ബാക്കിൽ മഅ്മൂമത്തായിട്ട് നിന്നു. അപ്പൊ നിസ്കരിക്കുന്ന ആര്? ആണ്. ബാക്കിൽ പെണ്ണ്, മഅ്മൂമായിട്ട് പെണ്ണ്. അത് പറ്റും. നിസ്കരിക്കണമെന്നല്ല കേട്ടോ, പറ്റും. ഇനി മൂന്നാമത്തെ കോലം എന്താ? പുരുഷന്മാര് മയ്യത്ത് കുളിപ്പിച്ച ഉടനെ നിസ്കരിച്ചു. പുരുഷന്മാർ നിസ്കരിച്ചതിന്റെ ശേഷം മഅ്മൂമത്തായിട്ടല്ല, വേറെ പെണ്ണുങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിച്ചു. അതും പറ്റും. പക്ഷേ അങ്ങനെ ഇസ്ലാമിൽ നിസ്കരിക്കണം എന്ന് ഇല്ല. ചെയ്യുന്ന കോലത്തിലേക്ക് മസല പറയണ്ടേ? മസല പറയുമ്പോൾ ഇമാമികൾ പറയുന്നത് ഇങ്ങനെയാണ്: പുരുഷന്മാർ നിസ്കരിക്കുന്നതിനേക്കാളും മുമ്പ് പെണ്ണുങ്ങൾ നിസ്കരിക്കൽ പാടില്ലാത്തതാണ്, അത് ഹറാമാണെന്ന് ഉലമാഇന്റെ വീക്ഷണത്തിലുണ്ട്. ഇനി പുരുഷന്മാർ നിസ്കരിച്ചപ്പോ അണ്ണിന്റെ ബാക്കിൽ പെണ്ണ് മഅ്മൂമത്തായി നിസ്കരിച്ചു, അല്ലെങ്കിൽ ആണുങ്ങൾ നിസ്കരിച്ചതിന്റെ ശേഷം പെണ്ണുങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിച്ചു, അങ്ങനെ ഒരു നിസ്കാരം പെണ്ണുങ്ങൾക്ക് ഇല്ല. പക്ഷേ നിസ്കരിച്ചാൽ ഈ ലാസ്റ്റ് പറഞ്ഞ 2 നിസ്കാരവും ഹറാമാവുകയില്ല. പക്ഷേ അങ്ങനെ ഒരു നിസ്കാരം ഇല്ല. പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ടതില്ല, പെണ്ണുങ്ങൾക്ക് മയ്യിത്ത് നിസ്കാരമില്ല. ഇനി പുരുഷന്മാർ ആരും ഇല്ലാണ്ട് ആയിപ്പോയി എന്നാ പെണ്ണുങ്ങൾ നിസ്കരിക്കുക, അത് വേറെ വിഷയമാണ്. പുരുഷന്മാരുണ്ടായിരിക്കെ പെണ്ണുങ്ങളെ മയ്യിത്ത് നിസ്കാരം പാടില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ അത് വിദ്യാർത്ഥികാർ തുടങ്ങി വെച്ചതാണ്. ഉമ്മമാര് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ നോക്കല്ല ഉസ്താദേ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ എന്ത്? പുരുഷൻ ഇമാമത്ത് നിൽക്കുമ്പോ ബാക്കിന്ന് ആണുങ്ങളെ ബാക്കിന്ന് മഅ്മൂമത്തായിട്ട് നിസ്കരിക്കാം. നിസ്കാരം ഇല്ല കേട്ടോ, നിസ്കരിക്കണം എന്നല്ല, നിസ്കരിക്കാം. ഇനി പുരുഷന്മാർ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് നിസ്കരിക്കണം എന്നല്ല, നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിസ്കരിക്കാം, അത് ഹറാമായിട്ട് വരൂല. പക്ഷേ ഉമ്മ ശ്രദ്ധിക്കണം. ഞാന് മീപ്പുരി എന്നൊരു ജാഗയുണ്ട്, ഓതാണ് മീപ്പുരിയിൽ. അവിടെ ഒരാൾ മരിച്ചപ്പോ കഴിഞ്ഞ റമദാനില് ഞാൻ പോയി. ഞാനിങ്ങനെ പോകുമ്പോ മയ്യത്ത് നോക്കാൻ വേണ്ടി പോകുമ്പോ കുറെ പെണ്ണുങ്ങൾ നൈറ്റ് ഇട്ടിട്ട് നിസ്കരിക്കുന്നു. നൈറ്റി എന്നാ മനസ്സിലായി, രാത്രി ഇടുന്ന സാധനം നൈറ്റി രാത്രി ഇടുന്ന പല്ല് കിടക്കുമ്പോൾ ഇടുന്ന സാധനം നൈറ്റി. ഈ നൈറ്റ് ഇട്ടിട്ട് അല്ലാഹു അക്ബർ, ഖുദാ ബടാ ഹേ, അല്ലാഹു അക്ബർ നിസ്കരിക്കുന്ന കാണുന്നു. എന്തേ ഉമ്മ അങ്ങനെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിസ്കാര കുപ്പായിരണോ, ഔറത്ത് മറക്കണോ? ഒതു വേണം, ഔറത്ത് നൈറ്റി എന്ന് എടുത്തോളം
തൊക്കിനടിയുള്ള കയ്യല്ലുള്ള നിൽക്ക് നൈറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ? ഇത് പൊരയിൽ ജോലി എടുക്കുമ്പോഴുന്ന സാധനല്ലേ? കാല് പഷ്ടപോറിവല്ലേ? കൈ ഒഴിവല്ലേ? ഔറത്തൊന്നും അതെന്തേ അത് മയ്യത്ത് സുജൂദൊന്നുമില്ലല്ലോ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇത്ര മതി. എത്ര മതി? ഈ നൈറ്റി മതി. പെണ്ണുങ്ങൾക്ക് നിസ്കാരം ഇല്ല. ഇനി അഥവാ ഞാൻ ഈ പറഞ്ഞ 2 കോലത്തില് ലാസ്റ്റ് പുരുഷന്മാരെ കൂടെയോ പുരുഷന്മാരെ നിസ്കരിച്ചതിന് ശേഷമോ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഔറത്ത് ഫുള്ളായി പറിച്ചിട്ടല്ലാണ്ട് നിസ്കരിക്കാൻ പാടില്ല. ഇരിക്കട്ടെ അങ്ങനെ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു എനിക്ക് നഫീസത്തുൽ മിസ്രിയ അതാ നിസ്കരിച്ചു. അങ്ങനെ സുബ്ഹാനല്ലാഹ്. ഇനി നോക്ക് നിങ്ങൾ, എത്രയാണ് പറഞ്ഞു ചുരുക്കുകയാണ്. അങ്ങനെ മിസ്രിൽ താമസിക്കുകയാണ് നഫീസത്തുൽ മിസ്രിയ. കുറെ കൊല്ലമായി അങ്ങനെ മിസ്രിൽ താമസിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ രാജാവ് കൊടുത്ത വീടില്ലേ, ആ രാജാവ് കൊടുത്ത വീട്ടിലേക്ക് താമസം മാറി. നേരത്തെ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. നഫീസത്തുൽ മിസ്രിയാക്ക് മിസ്ർ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി വലിയൊരു കൊട്ടാരം കൊടുത്തിട്ടുണ്ട്. ആ കൊട്ടാരത്തിലേക്ക് വീട് മാറിയപ്പോ ഫഅഖാമത്ത് ബിഹാ ഇലാ സമനി വഫാത്തിഹാ, മരണം വരെ നഫീസത്തുൽ മിസ്രിയ ആ വീട്ടിലെങ്ങ് താമസിച്ചു. രാജാവ് കൊടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. വഹഫറത് ഖബറഹാ ബിയദിഹി ഫി ബൈതിഹാ, രാജാവ് കൊടുത്ത കൊട്ടാരത്തിന്റെ ഉള്ളില് നഫീസത്തുൽ മിസ്രിയ സ്വന്തം കൈകൊണ്ട് മഹദിക്ക് ഖബർ കുഴിച്ചു. നഫീസത്തുൽ മിസ്രിയ സ്വന്തം കൈകൊണ്ട് തന്റെ രാജാവ് കൊടുത്ത കൊട്ടാരത്തിന്റെ ഉള്ളില് തനിക്ക് കടക്കാനുള്ള ഖബർ കുഴിക്കുകയാണ്. അങ്ങനെ കുറച്ച് പണിയെടുത്ത് ദിവസങ്ങളെ കൊണ്ടൊരു ഖബർ അങ്ങ് കുഴിച്ചു. അങ്ങനെ ഖബർ കുഴിച്ചിട്ട് വകാനത്ത് തുസല്ലി ഫീഹി കസീറാ, ആ ഖബറിന്റെ ഉള്ളിൽ കേറിയിട്ട് ആ ഖബറിന്റെ ഉള്ളിൽ കടന്നിട്ട് മഹദി പെരുത്തും നിസ്കരിക്കുന്നു. സ്വന്തം കടക്കേണ്ട ഖബറിന്റെ ഉള്ളിൽ കേറിയിട്ട് നഫീസത്തുൽ മിസ്രിയ നിസ്കരിക്കുന്നു. വഖറഅത് ഫീഹി 6000 ഖത്മാ, നഫീസത്തുൽ മിസ്രിയ കുഴിച്ചു വെച്ച ഖബറിന്റെ ഉള്ളിലേക്ക് കടന്നിട്ട് 6000 ഖത്മ തീർത്തു. ഓ ഉമ്മ, നഫീസത്തുൽ മിസ്രിയ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കുമ്പോ 6000-ഓളം ഖത്മുകള് താൻ കടക്കാനുള്ള ഖബറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഖത്തം തീർത്തുപോയി. ഉമ്മമാരെ ഞാൻ ചോദിക്കട്ടെ, റമദാനിന് 14ാമത്തെ നോമ്പല്ലേ? എത്ര ഖത്തം തീർന്നു? നഫീസത്തുൽ മിസ്രിയാന്റെ ചരിത്രല്ലേ കേൾക്കുന്നത്? 6000 ഖത്തം ജീവിതത്തിൽ ഓതി എന്നല്ല പറഞ്ഞേ. പിന്നെ ഖബറിന്റെ ഉള്ളിൽ 6000 ഖത്തം ഒരെപ്പോ കുഴിച്ചത്? അത് കുഴിച്ചിനാണ് ഇപ്പൊ ലാസ്റ്റ് മിസ്രിലേക്ക് വന്നിട്ട് 190 മുതൽ മിസ്രിലേക്ക് വന്നിട്ട് പിന്നെ കുറച്ചു കാലം മിസ്രിൽ ജമാലുദ്ദീൻ എന്നൊരു വീട്ടിൽ താമസിച്ചിട്ട് ജനങ്ങളെ തിക്കും തിരക്കും കൂടിയപ്പോ നാട് വിട്ട് ഇജാദിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോ ഭരണാധികാരി വന്നിട്ട് കൊടുത്ത വീടാ. കൊടുത്തിലാകാൻ 8 കൊല്ലായിട്ടേ ഉള്ളൂ ആ വീട്ടില്. അല്ല, 7 കൊല്ലം ആ വീട്ടിൽ താമസിച്ചത്. 7 കൊല്ലം ആ പരയിൽ താമസിക്കുന്നത്. അതാ 7 കൊല്ലാണ് ആ പരയിൽ താമസിക്കുന്നത്. 7 പരയിൽ താമസിക്കുന്നതിനിടക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഖബർ കുഴിച്ചിട്ട് ആ ഖബറിനുള്ളിൽ നിസ്കരിച്ചിട്ട് 6000 ഖത്തം തീർത്തുപോയി നഫീസത്തുൽ മിസ്രിയ. ഒരു ദിവസത്തിൽ 1 ഖത്തം തീർക്കുന്നു. റമദാന് വന്നാ 2 ഖത്തം തീർക്കുന്നു. രാത്രി 1 ഖത്തം, പകൽ 1 ഖത്തം, അങ്ങനെ 2 ഖത്തം തീർക്കുകയാണ്. അല്ലാഹ് തഅല്ലമത് ഫി അവ്വൽ യൗമിൻ മിൻ റജബ് മാസമായപ്പോൾ നഫീസത്തുൽ മിസ്രിയക്ക് ഒരു വേദന അനുഭവപ്പെടുന്നു. റജബ് മാസത്തിൽ ഒരു വേദന അനുഭവപ്പെടുകയാണ്. വകതബത് ഇലാ സൗജിഹാ ഇസ്ഹാഖുൽ മുഅ്തമിൻ കിതാബൻ. ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന് പറയുന്ന ഭർത്താവ് മദീനയിലാണ്. നഫീസത്തുൽ മിസ്രിയ മിസ്രിലാണ്. ഭർത്താവിലേക്ക് കത്തെഴുതുകയാണ്, ഉടനെ വരണം, കാരണം ഒരു വേദനയുണ്ട്. അങ്ങനെ വലാസാരത്ത് കദാലിക, അങ്ങനെ ആ വേദന ഭർത്താവ് നാട്ടിലേക്ക് വന്നു, മിസ്രിലേക്ക് വന്നു.
നഫീസത്തുൽ മിസ്രിയ അതാ അങ്ങനെ തന്നെ വേദന കൂടി വരുന്നു. ഇല അവ്വലി ജുമുഅത്തിൻ മിൻ ശഹരി റമളാന, റമളാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച അപ്പോ റജബിൽ തുടങ്ങിയ വേദനയാണ്. റമളാനായപ്പോൾ ഫസാദ ബിഹൽ അലമു, വേദന കൂടി. റമളാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയായപ്പോ വേദന കൂടി. വഹിയ സായിമത്തുൽ, അന്ന് ഉമ്മാക്ക് നോമ്പുണ്ട്. ഫദഖല അലൈഹിൽ അതിബ്ബാഉൽ ഹുദാഖ്, രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന മഹദിയല്ലേ, രാജാവിന്റെ നിർദ്ദേശപ്രകാരം പ്രഗത്ഭന്മാരായ ഡോക്ടർമാര് വന്നു. അല്ലെ, രാജാവ് നിർദ്ദേശിക്കും, അങ്ങനല്ലേ വരുള്ളൂ. പ്രഗത്ഭന്മാരായ ഡോക്ടർമാര് വന്നു. വാശാറു അലൈഹ, ഡോക്ടർമാര് വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നു, ഉമ്മ നോമ്പ് മുറിക്കണം. അരാ, കാരണം ശരീരത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് നോമ്പ് മുറിക്കണം. ഇത് കേട്ടപ്പോ ഉമ്മ പറയാണ്, നഫീസത്തുൽ മിസ്രിയ പറയാണ്, വാ അജബാ, അത്ഭുതമേ, ലീ 30 സന, 30 കൊല്ലമായി, അസ്അലുല്ലാഹ അസ്സ വജല്ല, ഞാൻ അല്ലാഹുവോട് ദുആരക്കുകയാണ്, അയ്യതവഫാനി വഅന സായിമ, നോമ്പുകാരിയായിട്ട് മരിക്കാൻ വേണ്ടി 30 കൊല്ലമായി അല്ലാഹുവോട് ദുആരക്കുന്ന ഞാന്. ഇപ്പൊ നോമ്പുകാരായപ്പോ എനിക്ക് സുഖമില്ലാതെ കിടക്കും, എന്നോട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറയുകയാണോ? കിട്ടൂല. മഅദല്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. നോമ്പ് മുറിക്കുന്ന പരിപാടിയില്ല. അങ്ങനെ നോമ്പ് മുറിച്ചില്ല എന്ന് മാത്രല്ല, മഹദി ഇങ്ങനെ രോഗത്തിൽ കടന്നിട്ട് അവിടുന്ന് പാടാൻ തുടങ്ങി, ഇസ്രിഫു അന്നി തബീബി വദഊനി വഹബീബി സാദ ബി ശൗഖി ഇലൈഹി വഗറാമി ഫീ ലഹീബി താബ അൻകി ഫീ ഹവാ ബൈന വാശിം വറഖീബി എന്നിങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ബൈത്തുകൾ ഈ ഉമ്മ ഇങ്ങനെ പാടാൻ തുടങ്ങി. ഡോക്ടർമാരോട് പോകാൻ പറയൂ, എനിക്ക് വേണ്ട, ഞാൻ എന്റെ റബ്ബിനെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹദി ഉമ്മ ഇങ്ങനെ കടന്നിട്ട് പാട്ടുപാടി. ഡോക്ടർമാര് ആരാ മടങ്ങിപ്പോകുന്നു. ഇന്നഹാ ബഖിയത്ത് കദാലിക. അങ്ങനെ റമളാൻ 10 വരെ രോഗം അങ്ങനെ കൂടി ആദ്യത്തെ വെള്ളിയാഴ്ച കൂടിയതാണ്. റമളാൻ 10 ഫഹതലറത്ത്, റമളാൻ 10 അന്ന് ഉമ്മാക്ക് മരണം ആസന്നമായി. അപ്പോഴാണ് ഉമ്മ അവിടെ ഉള്ളവരോട് ആവശ്യപ്പെടുന്നു, സൂറത്തുൽ അൻആം ഓതണേ, സൂറത്ത് ഓതണേ. ഫലാ സാലത്ത് തഖ്റഉ, അവിടെ ഉള്ളവർ അല്ല ഉമ്മ തന്നെ സൂറത്തുൽ അൻആം ഓതുകയാണ്. ഓതി സൂറത്തുൽ അൻആം ഓതിയിട്ട് ഒരായത്തിലെത്തിയപ്പോ ഏതാണ് കുല്ലില്ല കതബ അലാ നഫ്സിഹി റഹ്മാ, ഒന്നിരിക്കൽ ആയത്തിലെത്തിയപ്പോ അല്ലെങ്കിൽ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ എന്ന ആയത്തെത്തിയപ്പോൾ ഫഗുശിയ അലൈഹാ, അങ്ങ് ബോധം കെട്ടതുപോലെ സൈനബു, അപ്പോഴാണ് 40 കൊല്ലം ഖിദ്മത്തെടുത്ത സൈനബ ബീബി ഉണ്ടല്ലോ, സൈനബ ബീബി നഫീസത്തുൽ മിസ്രിയാനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. സൈനബ ഉമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് നഫീസത്തുൽ മിസ്രിയ ഈ ലോകത്തോട് യാത്ര പറയുന്നു. റമളാൻ 10 നഫീസത്തുൽ മിസ്രിയ യാത്ര പറയുന്നത്. അല്ലാഹ് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. അങ്ങനെ ഫലമാത്തത്ത് നഫീസത്തുൽ മിസ്രിയ മരണപ്പെട്ടപ്പോൾ ഇജ്തമഅൻ നാസു മിനൽ ഖുറാ, എല്ലാ രാജ്യക്കാരും വന്നവിടെ ഒരുമിച്ചുകൂടി. ആരും ബാക്കിയില്ല, ജനസാഗരം ഒരുമിച്ചുകൂടി.
അന്ന് രാത്രി മുഴുവനും മെഴുകുതിരി കത്തിച്ചവര് പകലാക്കി. ലൈറ്റ് ഇല്ലല്ലോ, അന്ന് ലൈറ്റ് ഇല്ല, അന്ന് കത്തിക്കല് മെഴുകുതിരിയാണ്. മെഴുകുതിരി രാത്രി മുഴുവനും കത്തിച്ചിട്ട് രാത്രിയെ പകലാക്കി. നഫീസത്തുൽ മിസ്രിയ മരിച്ച ദിവസ. അങ്ങനെ മിസ്റിലെ ഓരോ വീട്ടിൽ നിന്നിട്ടും അതാ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നു. അല്ലാ, അങ്ങനെ കൊണ്ടുപോയി മയ്യത്ത് കുളിപ്പിച്ച് കൊണ്ടുപോയി മയ്യത്ത് നിസ്കരിക്കുന്നു. ലം യുറ മിസ്ലുഹു ബിഹൈസു ഇംതലഅത്തിൽ ഫലവാതു വൽ ഖിയാൻ. ജനങ്ങൾ നിറഞ്ഞു വീർപ്പുമുട്ടിയ ഇത്രയും വലിയൊരു നിസ്കാരം അന്ന് കണ്ടിട്ടേ ഇല്ല. ثم دفنت في قبرها الذي حفرته في بيتها. സ്വന്തം പൊരയിൽ കുഴിച്ചു വെച്ച കബറില്ലേ, ആ മിസ്റിലെ താൻ താമസിച്ചിരുന്ന വീട്ടിലെ സ്വന്തം കൈകൊണ്ട് കുഴിച്ചു വെച്ച ആ വീട്ടില് മഹദിയെ കബറടക്കുന്നു. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, മദീനയിലേക്ക് മയ്യത്ത് കൊണ്ടുപോയതൊരു അഭിപ്രായം, അത് ശരിയല്ല. ആ അഭിപ്രായം ശരിയല്ല. സ്വന്തം വീട്ടിൽ കുഴിച്ചു വെച്ച കബറില് അതാ ആ കബറടക്കുന്നു. ഇനി നിങ്ങൾ നോക്ക്, അല്ല ഇനി ആ കബർ ഇന്ന് ലോകത്ത് അറിയപ്പെട്ട സ്ഥലമാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. ലോകത്ത് പ്രസിദ്ധമായ മിസ്റിലെ കബറുകളിൽ ഷാഫി ഇമാമിന്റെ കബർ കഴിച്ചാൽ മിസ്റിലെ ഏറ്റവും വലിയ പ്രസിദ്ധിയുള്ള കബറാണ് നഫീസത്തുൽ മിസ്രിയ. ഞാൻ എന്തിനാ ഈ ചരിത്രം പറഞ്ഞെന്നറിയോ? ഇൻഷാ അല്ലാഹ് അടുത്ത റമദാന് മുമ്പ് നഫീസത്തുൽ മിസ്രിയാനെ സിയാറത്ത് ചെയ്യണം. ആ ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ 2 ദിവസം ഈ ചരിത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൂടെ ഇയാളുണ്ടാവും, നമ്മളെ കൂടെ. ഇയാളും വരും, വരാണ്ടിരിക്കല, ഇയാൾ വരും. അയാളിപ്പോ പൈസ ഉണ്ടായാലും. അങ്ങനെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, നോക്കു നിങ്ങള്, ഇനി മദീനയിലേക്ക് കൊണ്ടുപോയെന്നൊരു ചരിത്രം ഉണ്ടല്ലോ, അതിന്റെ യഥാർത്ഥം എന്താണ്? അതും കൂടി പറഞ്ഞ നിർത്താണ്. വസല സൗജുഹാ യൗമ മൗതിഹാ. മരണ ദിവസം ഭർത്താവ് വന്നു. വന്നിട്ട് ഭർത്താവ് പറഞ്ഞു, ഇന്നി അഹ്മിലുഹാ ഇലൽ മദീന വഅദ്ഫനുഹാ ബിൽ ബഖീഇ. ഞാൻ ഈ എന്റെ ഭാര്യനെ മദീനയിലേക്ക് കൊണ്ടുപോകും, കൊണ്ടുപോയിട്ട് മദീനയിൽ ഖബറടക്കും എന്ന് ഭർത്താവ് പറഞ്ഞു. വന്നപ്പോ ഫജിതമ ആഹുലു മിസ്ർ, മിസ്റുകാരെല്ലാം ഒരുമിച്ച് കൂടി. പറ്റൂല എന്ന് പറഞ്ഞു. പറ്റൂല. എന്നിട്ട് പറ്റൂല എന്ന് പറയുമ്പോ ഭർത്താവ് സമ്മതിക്കുന്നില്ല. ഭർത്താവ് പറയുന്നത് ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി ഖബറടക്കണോ? ഞങ്ങൾ മദീനക്കാരാണ്, മദീനത്തിൽ നിന്ന് കുടി വന്ന ആളാണ്, മിസ്ർ ഞങ്ങളെ രാജ്യമല്ല, മദീനയിൽ കൊണ്ടുപോയി ഖബറടക്കണോ? അപ്പൊ നാട്ടുകാരെന്താക്കിയെന്നറിയോ? നാട്ടിന്റെ ഭരണാധികാരിന്റെ മുമ്പിലേക്ക് പോയിട്ട് പറഞ്ഞ്, ഉമ്മാനെ വിട്ടുകൊടുക്കാൻ പറ്റൂല, ഉമ്മാനെ വിട്ടുകൊടുക്കാൻ പറ്റൂല. അങ്ങനെ ഇസ്ഹാഖുൽ മൂത്തബിൻ എന്ന ഭർത്താവിനെ വിളിച്ചു ഭരണാധികാരി പറഞ്ഞു, അതാ നിങ്ങൾ ഇവിടെ തന്നെ വെക്കണം. അങ്ങനെ ഭർത്താവിനോട് എനിക്ക് എന്താ വേണ്ട, സമ്പത്ത് വേണോ, എന്താ വേണ്ടത് തരാം, ഇവിടെ ഖബറടക്കണോ? ഭർത്താവ് പറയുന്നു പറ്റൂല, മദീനയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ അന്ന് രാത്രി അന്ന് വല്ലാത്ത പ്രയാസത്തോടെ രാത്രി, പിറ്റേ ദിവസം രാവിലെ ഖബറടക്കുന്നത്, രാത്രി വല്ലാത്ത പ്രയാസത്തോടെ അവരൊക്കെ താമസിച്ചു. ഈ ഭർത്താവാണെങ്കിൽ മദീനയിലേക്ക് കൊണ്ടുപോകും, ഒറ്റ വാശി, നാട്ടുകാരെ കൊണ്ടുപോകാൻ വിടുന്നുമില്ല. അങ്ങനെ രാപ്പാർത്തു. പിറ്റെന്ന നേരം വെളുത്തപ്പോ ഭർത്താവാകുന്ന ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന തങ്ങളാണ് ഭർത്താവ്. ഭർത്താവിന്റെ മുമ്പിൽ ജനങ്ങളെ രാവിലെ പറ്റി ഒരുമിച്ചുകൂടി. നോക്കും ഭർത്താവിനൊരു മാറ്റം. ഇന്നലെ പറഞ്ഞ ഷാഡ്യം ഇന്നില്ല, ഇന്നലെ പറഞ്ഞ തർക്കം ഇന്നില്ല. മദീനത്തേക്ക് കൊണ്ടുവന്ന് രാത്രി തർക്കം പിടിച്ച് കഴിഞ്ഞ ഭർത്താവ് രാവിലെ നോക്കുമ്പോൾ അതൊന്നും കാണുന്നില്ല, ഒരു ശാന്തരായിട്ട് കാണുന്നുണ്ട്. കാലുലോഹു അപ്പൊ ചോദിച്ച്, നാട്ടുകാർ ചോദിച്ച്, ഇന്നലെ ഷഹന എന്തോ സംഗതി ഉണ്ടല്ലോ, ഇന്നലെ മദീനയിലേക്ക് കൊണ്ടുവന്ന് ഭയങ്കര ഷാഡ്യം പിടിച്ച നിങ്ങെന്താ ഇപ്പൊ അങ്ങനെ ഒരു ശാന്തനായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് വെച്ച്. ആരോട്? ഭർത്താവിനോട് നാട്ടുകാർ ചോദിക്കാണ്. കാലനാം, അതെ 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 അതെ, ഞാൻ ശാന്തനായില്ലേ, എനിക്ക് കാരണമുണ്ട്. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ ഇന്നലെ രാത്രി റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു, ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ടു. വഹുവ യഖൂലു ലി,
റസൂൽ എന്നോട് പറഞ്ഞു, റുദ്ദ അലൈഹിം അംവാലഹും, നഫീസത്തുൽ മിസ്രിയാനെ നാട്ടിൽ മിസ്രിൽ കബറടക്കണമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാര് ഭർത്താവിനിക്ക് കുറെ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, മുതല് കൊടുത്തിട്ടുണ്ട്. റസൂൽ തരാത്തിൽ സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ്, മുതൽ മടക്കി കൊടുക്കുക ഇസ്ഹാഖിൽ മൂത്തമീൻ, ഭർത്താവേ ജനങ്ങൾക്ക് മുതൽ മടക്കി കൊടുക്ക്. മിസ്രിലെ ഉമ്മാനെ കബറടക്ക്. ഇന്നലെ രാത്രി വന്നിട്ട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഉമ്മാനെ കബറടക്കാൻ, മിസ്രിൽ തന്നെ കബറടക്കാൻ ഹബീബായ തങ്ങളെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മാനെ ഇവിടെ തന്നെ കബറടക്കുന്നു. ലഫീസത്തുൽ മിസ്രിയ ഇന്ന് കടക്കുന്നത് മിസ്രിലാണ്. അവിടെ കടത്താൻ അള്ളാന്റെ ഹബീബിന്റെ ഓർഡറാണ്. അർഹമുറാഹിമായ റബ്ബ് ആ ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. 2 ദിവസം നഫീസത്തുൽ മിസ്രിയാന്റെ ചരിത്രം പറഞ്ഞ സരസാൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാ ഉമ്മമാരും 2 കൈയും പൊക്കിപ്പിടിച്ച് നല്ല മനസ്സോട് ആമീൻ പറയണം. ഉത്തരം കിട്ടും. നഫീസത്തുൽ മിസ്രിയാന്റെ ഹദ്റത്ത് ഉത്തരം കിട്ടുന്ന ഹദ്റത്താ. നമുക്ക് അവിടുത്തെ മഹത്വം പറഞ്ഞ് ദ്വാരക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലൈഹി. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ ഇന്നലെയും ഇന്നും പറഞ്ഞത് ഹബീബായ തങ്ങളെ പേരമക്കളിൽപ്പെട്ട നഫീസത്തുൽ മിസ്രിയാന്റെ ചരിത്രമാണ്. റബ്ബേ, ആ മഹദിയുടെ മദദ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഈ ചരിത്രം പറഞ്ഞതിന്റെയും കേട്ടതിന്റെയും കാരണം കൊണ്ട് ആ നഫീസത്തുൽ മിസ്രിയാനെ കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാഹ്, ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാഹ്. ഈമാന് വർദ്ധിപ്പിക്കണം റഹ്മാനേ. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നഫീസത്തുൽ മിസ്രിയാന്റെ ബറക്കത്ത് കൊണ്ട് ഇസ്സത്തിന്റെ ജീവിതം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. റാഹത്തിന്റെ, മനസ്സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ജീവിതം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. അല്ലാ, പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാ. ബുദ്ധിമുട്ടുകളെല്ലാം നീ നീക്കിത്തരണം റഹ്മാനേ. കടങ്ങളെല്ലാം വീട്ടിത്തരണേ അല്ലാ. കടക്കാരെ മുമ്പിൽ ഫളീഹത്താക്കല്ല റബ്ബേ. കടം തിരിച്ചു കൊടുക്കാൻ നീ വഴി എളുപ്പമാക്കണം റഹ്മാനേ. നഫീസത്തുൽ മിസ്രിയാന്റെ ഹക്ക് കൊണ്ട് മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണം റബ്ബേ. ഞങ്ങൾക്ക് തന്ന മക്കളെ നല്ല മക്കളാക്കണം റഹ്മാനേ. നഫീസത്തുൽ മിസ്രിയാന്റെ ബറക്കത്ത് കൊണ്ട് കല്യാണ പ്രായമെത്തിയ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് കല്യാണം ശരിയാക്കി കൊടുക്കണേ റബ്ബേ. കല്യാണം നിശ്ചയിച്ചവർക്ക് അത് നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. നഫീസത്തുൽ മിസ്രിയാന്റെ ബറക്കത്ത് കൊണ്ട് ജോലിയില്ലാതെ മക്കൾക്ക്, ഭർത്താക്കന്മാർക്ക് ഖൈറായ ജോലികൾ നൽകണം റഹ്മാനേ. നഫീസത്തുൽ മിസ്രിയാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ രോഗങ്ങൾ മാറ്റണം റഹ്മാനേ. ഞങ്ങളെ സദസ്സിലും ഞങ്ങളെ കുടുംബത്തിലും വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് ക്യാൻസർ മാറ്റണേ റബ്ബേ. ട്യൂമർ മാറ്റണേ റബ്ബേ. കിഡ്നിന്റെ അസുഖം മാറ്റണേ അല്ലാ. ആറ്റിന്റെ ബ്ലോക്ക് നീക്കണേ അല്ലാ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും യൂരിക് ആസിഡും മർഷസും മാറ്റിത്തരണേ അല്ലാ. കൈകാല് വഴച്ചില് ഡിസ്കിന്റെ പ്രശ്നം മാറ്റിത്തരണേ റബ്ബേ. എല്ലാ ക്ഷീണങ്ങളും നഫീസത്തുൽ മിസ്രിയാന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ റബ്ബേ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ജീവിതത്തിന്റെ എല്ലാ വഴികളും എളുപ്പമാക്കണം റഹ്മാന്. വന്യരായ തങ്ങൾ ഉസ്താദിന്റെ, താഹിർ തങ്ങൾ ഉസ്താദിന്റെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. അവിടെ കിടക്കുന്ന ഉമ്മാന്റെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. അവരെ മദദ് കൊണ്ട്, നഫീസത്തുൽ മിസ്രിയാന്റെ മദദ് കൊണ്ട് ഞങ്ങൾക്ക് ഹജ്ജിന് തൗഫീഖ് ചെയ്യണം റഹ്മാന്. ഉംറയ്ക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാന്. പുന്നാര ഹബീബിന്റെ ചാരത്ത് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. നഫീസത്തുൽ മിസ്രിയാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ജീവിക്കുന്ന കാലത്തോളം
ഇസ്സത്തോടെ റാഹത്തോടെ ജീവിച്ച് നീ കണക്കാക്കിയ സമയം തീരുമ്പോ സ്വാലിഹീങ്ങളെ മരണം, നഫീസത്തുൽ മിസ്രിയാന്റെ മരണം ഞങ്ങൾക്ക് നീ തരണം അല്ലാ. സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ഹബീബിനെ കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം റബ്ബേ. അല്ലാ, മരണം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. മഹാന്മാരോടൊപ്പം മഹതിമാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. നഫീസത്തുൽ മിസ്രിയാന്റെ മഹത്വം പറഞ്ഞ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ആരെയും നീ ഖായിബാക്കി വെറുതെയാക്കി മടക്കല്ല റബ്ബേ. ഈ സദസ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാ ഉമ്മമാരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്.